ശേഷം നമസ്കാരം. IFPHന്റെ 2109 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗനപ്രവർത്തനം. നന്ദി. ഇന്ന് മാറുന്ന സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറികൾ എന്ന ഭാഗത്തില് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്പെൻസറി ആയ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറി വലിയ വലിയ വിള ആ സ്ഥാപനത്തെ കുറിച്ചാണ്. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സർക്കാർ സംവിധാനങ്ങളും നമ്മുടെ ഡോക്ടർമാരും സമൂഹമായിട്ട് ബന്ധം തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് നിലനിർത്തണം. അതിലൂടെ മാത്രമേ രണ്ടു കൂട്ടർക്കും വളരാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും ഉൾക്കൊള്ളണം. ഈ ഈ വിഷയം അവതരിപ്പിക്കുന്നതിനായിട്ട് ഡോക്ടർ മഞ്ജുവിനെ, അവിടുത്തെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്, മഞ്ജുവിനെ ക്ഷണിക്കും. ഡോക്ടർ മഞ്ജു, പ്ലീസ്. ഗുഡ് ഈവനിങ് ഡോക്ടർ. കേൾക്കാം. ഓക്കെ. ബഹുമാനപ്പെട്ട എല്ലാ ഡോക്ടേഴ്സ്, സ്റ്റുഡൻസ്, ഹോമിയോപ്പതി വെൽ വിഷേഴ്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ ഞാൻ IFPHന്റെ എല്ലാ സംഘാടകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് മനോജ് ഡോക്ടർ എപ്പോൾ വലിയുള്ള വഴി പോവുകയാണെങ്കിലും തരികയും വേണ്ട സജഷൻസ് തരികയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നൊക്കെ ഒരാളാണ്. ഇപ്പോൾ ഡോക്ടർക്കുള്ളൊരു പ്രത്യേക നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ മാറുന്ന സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറികൾ എന്നുള്ള ഇന്നത്തെ വിഷയത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വലിയുള്ള ഹോമിയോ ഡിസ്പെൻസറിയാണ് ഞാനിന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, 1958 തിരുവനന്തപുരം ജില്ലയിൽ സർക്കാർ മേഖലയിൽ ആദ്യമായിട്ട് ഡിസ്പെൻസറി ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുശേഷവും വന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മേലധികാരികൾ, ഡോക്ടേഴ്സ്, അതുപോലെ ജീവനക്കാർ, മാറുന്ന സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറികൾ. അപ്പോൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നുള്ളത് ഇപ്പോൾ ഇത് റീബ്രാൻഡ് ചെയ്ത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചില സൈനേജസ് ഒക്കെയാണ് സ്ഥാപനത്തിൻ്റെ മുൻവശത്താണ് കാണുന്നത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ അപ്പിയറൻസ് ഇതാണ്. ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ്, LSTD തിരുവനന്തപുരം കോർപ്പറേഷന്റെ സ്വന്തം സ്ഥലം, 7.5 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഏരിയയിലുള്ളതാണ് സ്ഥാപനം. സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് സഹായിക്കാനായിട്ട് 16 അംഗ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇതുപോലെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുമ്പോൾ നമ്മളെ എല്ലാ വിധത്തിലും സഹായിക്കാൻ HMCയുടെ ഒരു ഒരുമിപ്പ് ആവശ്യമാണ്. പോപ്പുലേഷൻ വൈസ് നേരത്തെ PTP നഗർ വാർഡും ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറി വലിയവിള, തിരുമല, ശാസ്തമംഗലം ഈ ഏരിയയിലുള്ള പോപ്പുലേഷനാണ് കൂടുതലായിട്ടും നമ്മൾ കവർ ചെയ്യുന്നത്. ടോട്ടൽ പോപ്പുലേഷൻ സ്റ്റേറ്റ്മെന്റ് 2024 18,172, 2025 18,943 പേരാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ചികിത്സ തേടിയത്. സ്ഥാപനത്തിന്റെ ഒരു സ്റ്റാഫ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ചീഫ് മെഡിക്കൽ ഓഫീസർ, ഫാർമസിസ്റ്റ്, അറ്റൻഡർ, പാർട്ട് ടൈം സ്വീപ്പർ, യോഗ ഇൻസ്ട്രക്ടർ, മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ, യോഗ ഇൻസ്ട്രക്ടർ, പിന്നെ 5 ആശാ വർക്കേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഒരു സ്റ്റാഫ് പാറ്റേൺ. ടൈം ലൈൻ നോക്കുവാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ച ആദ്യകാല ഡിസ്പെൻസറികളിലൊന്നാണ് വലിയവിള ഡിസ്പെൻസറി. 2010 സ്വന്തം സ്ഥാപനത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. 2022 ആയപ്പോൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തു. 2024 നാം സ്റ്റേറ്റ് ആനുവൽ ആക്ഷൻ പ്ലാൻ 30 ലക്ഷം രൂപയുടെ ഒരു റിനോവേഷൻ നടന്നു. 2025 NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷന് വേണ്ടി 3rd ഫേസിൽ സെലക്ട് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം മെയ് മാസത്തിൽ നമുക്ക് അതിൻ്റെ നാഷണൽ അസസ്മെന്റ് കഴിഞ്ഞു. നമ്മൾ സർട്ടിഫിക്കേഷൻ അവൈറ്റ് ചെയ്യുവാണ്. ഇതാണ് സ്ഥാപനത്തെക്കുറിച്ചുള്ളൊരു ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇനി ബിഫോർ ആൻഡ് ആഫ്റ്റർ റിനോവേഷൻ 2 ചിത്രങ്ങൾ. 2023 ആദ്യം ഉള്ള പടവും 2025 തുടക്കത്തിലുള്ള ഒരു പിക്ചറുമാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് പുറമേക്കുള്ളത്. ഇനി ഒരു ഇന്റേണൽ ചേഞ്ച് നോക്കുവാണെങ്കിൽ ഇത് റിനോവേഷന് മുമ്പുള്ള ചേഞ്ചസ് ആണ്, പടമാണ്. ഇനി ആഫ്റ്റർ റിനോവേഷൻ സ്ഥാപനം ഈ രൂപത്തിലായി മാറി. അപ്പോൾ എങ്ങനെയാണ് റിനോവേഷൻ ഏതൊക്കെ സ്റ്റേജിലാണ് നടന്നത്? പറഞ്ഞ 2010 തൊട്ടല്ലേ ഡോക്ടർ പറയാൻ തുടങ്ങി അല്ലേ? 2010 സ്വന്തം സ്ഥാപനത്തിലേക്ക് സ്വന്തം സ്ഥാപനം, അതായത് വാടക കെട്ടിടങ്ങളിൽ നിന്ന് മാറി കോർപ്പറേഷന്റെ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പിന്നെ 2022 അവസാനത്തോടെയാണ് നമ്മളെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തത്.
അപ്പോൾ അതിനൊരു 4.5 ലക്ഷം രൂപയാണ് ലഭിച്ചത്. അപ്പൊ അതിന്റെ കാര്യം കുറച്ചുകൂടി ഞാൻ പറയാം അടുത്ത സ്ലൈഡിൽ. പിന്നെ 24-ലാണ് സ്റ്റേറ്റ് ആനുവൽ ആക്ഷൻ പ്ലാൻ, നാഷണൽ ആയുഷ് മിഷന്റെ സ്റ്റേറ്റ് ആനുവൽ ആക്ഷൻ പ്ലാനിൽ 30 ലക്ഷത്തിന്റെ റിനോവേഷൻ. അത് കഴിഞ്ഞാണ് നമ്മൾ ഇപ്പൊ NABHലോട്ട് കടന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഈ മാറ്റം സാധ്യമായി എന്നുള്ളതാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് അതിനകത്ത് ഈ റീസെന്റ് ആയിട്ട് കഴിഞ്ഞൊരു 3-4 വർഷം കൊണ്ട് എത്ര ലക്ഷത്തോളം തുക അവിടെ ചെലവഴിച്ചിട്ടുണ്ടാവും? ഒരു 33 ലക്ഷം രൂപ. ഏതാണ്ട് അത് അരക്കോടി രൂപയോളം സർക്കാർ ഈ കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ചെലവഴിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. കാരണം ഇപ്പോൾ ആദ്യം കണ്ട ഒരു പടം ഉണ്ടല്ലോ, അപ്പൊ ആ അതിൽ നമ്മൾ ഇപ്പൊ ഈ കാണുന്ന ഒരു ഏരിയ, ഈ ഒരു ഈ ഏരിയ കണ്ടല്ലോ, ആ ഇതൊരു വളരെ ഒരു ഇറക്കത്തിലേക്ക് ഒരു താഴ്ച ഒരു കുഴിയിൽ പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ അവിടെ പേഷ്യൻസിന് ഇങ്ങനെ ഇറങ്ങി വരാൻ ഒരു കൈപ്പിടി പോലും ഇല്ല. മഴയൊക്കെ പെയ്യുവാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് HMC 2022-ലാണ് അവിടെ ആരംഭിക്കുന്നത്. അപ്പൊ ആദ്യത്തെ HMC മീറ്റിംഗിൽ ഡോക്ടർ അഗസ്റ്റിൻ ഡോക്ടർ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു. ഉം. അപ്പൊ അന്ന് തന്നെ ഈ ഒരു പ്രപ്പോസൽ പോയിട്ടുണ്ടായിരുന്നു. ഇതിന് ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലം കൂടെ എടുത്താലേ നമുക്ക് ഈ താഴ്ചയൊന്ന് നികത്തി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അന്നത്തെ HMC-യിലും ഇതിനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം 23 മുതൽ വളരെ ആക്റ്റീവായിട്ട് ഇതിന് പുറകേ നടക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പാഴ്മരം ഉണ്ട്. അപ്പൊ ആ മരം മുറിക്കണം. അതുപോലെ ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തേണ്ടത് കോർപ്പറേഷന്റെ AE ആണ്. അപ്പൊ ആ ഒരു വർഷത്തിനിടയ്ക്ക് തന്നെ AE-മാര് 3 പ്രാവശ്യം മാറി. അപ്പൊ ഓരോ തവണയും നമ്മൾ അവരെ ചെന്ന് കണ്ട്, അപ്പൊ ഉച്ചവരെ OP, ഉച്ച കഴിഞ്ഞ് കോർപ്പറേഷൻ എന്നുള്ളൊരു നിലയിലാണ് ഓടി നടന്നത്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് സ്ഥലം കിട്ടി. അപ്പൊ ഫണ്ട് വന്നപ്പോഴത്തേനും പിന്നെ ഈ മരം മുറിക്കലിന്റെ പ്രോസസ്സ്, പാഴ്മരമാണെങ്കിലും അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ കോർപ്പറേഷന്റെ എല്ലാ ഒരു നഗരാസൂത്രണം, അതുപോലെ ആ, എല്ലാ AE-മാരെയും കാണുക, അങ്ങനെ കുറെ ഈ ചിത്രത്തിലുള്ള മാറ്റം എളുപ്പമാണെങ്കിലും അതിന്റെ പിന്നിലുള്ള ഒരു പ്രവർത്തനം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദ സ്റ്റോറി വളരെ സന്തോഷകരമായിരുന്നു. ഉം. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട ആ, രണ്ട് ഫാക്ടേഴ്സ് ആണ് നമുക്കിതിന് ഈ മാറ്റത്തിന്റെ പിന്നിൽ. ഒന്ന്, ഫണ്ടിന്റെ ലഭ്യത. രണ്ട്, ഒരു സ്റ്റാൻഡർഡൈസേഷൻ. ഇപ്പൊ ഫണ്ടിന്റെ ലഭ്യത എന്ന് പറയുമ്പോൾ നമുക്ക് 4 തരം ഫണ്ടാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് നാം ഫണ്ട്, ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഫണ്ട്, LSGD ഫണ്ട്, പിന്നെ സ്പോൺസർഷിപ്പ്. ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ സ്പോൺസേഴ്സിനെ ആശ്രയിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് ഈ സ്പോൺസർഷിപ്പ്? അത് അടുത്ത ചിത്രങ്ങൾ വരുന്നുണ്ട് സർ, ഞാൻ കാണിക്കാം. അപ്പൊ നാം ഫണ്ട് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടെണ്ണം. ഒന്ന് 4.5 ലക്ഷം പിന്നെ ആയുഷ് വെൽനസ് സെന്ററിന്റെ, അത് നമ്മൾ ആ സമയത്ത് അഗസ്റ്റിൻ ഡോക്ടർ ആയിരുന്നു. സൈനേജസ്, ഹെർബൽ ഗാർഡൻ, അതുപോലെ യോഗ ഹാളിന്റെ കൺസ്ട്രക്ഷൻ. യോഗ വെൽനസ് സെന്റേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അത് മൂന്നും ആ 4.5 ലക്ഷത്തിൽ ചെയ്തു. പിന്നീടാണ് ഈ 30 ലക്ഷം ഫണ്ട് വന്നു. നമ്മൾ ചാടി വീണത് പിടിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ അതില് ആണ് ഒരു മുൻവശത്തെ ആ കുഴി പോലുള്ള സാധനമൊക്കെ നികത്തി അവിടെ ഒരു പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയ ഉണ്ടാക്കി. ബാക്കിലെ സ്ഥലത്ത് ഒരു സ്റ്റോർ റൂമും കെട്ടി. പിന്നെ കുറേ മെയിൻ്റനൻസ് വർക്ക്, പഴയ കെട്ടിടമാണല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം അതിൽ പോയി. ഇതാണ് നാം ഫണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് നമുക്കറിയാം, ആസ് യൂഷ്വൽ നമ്മുടെ സാധാരണ പ്ലാൻ ഫണ്ടുകളെല്ലാം തന്നെ. പിന്നെ ലാപ്ടോപ്പ്, അതുപോലെ ബാക്കി കണ്ടിജന്റ് ഫണ്ടുകളെല്ലാം ഡിപ്പാർട്ട്മെന്റ് ഫണ്ടിൽ നിന്ന് വരാറുണ്ട്. പിന്നെ LSGD ഫണ്ട്, കോർപ്പറേഷൻ ഫണ്ട്, മെയിൻലി നമ്മുടെ മെഡിസിൻ പർച്ചേസ് എല്ലാം കോർപ്പറേഷൻ ഫണ്ടിലൂടെയാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് 5 ലക്ഷം രൂപയായിരുന്നു. അതുപോലെ ക്ലീനിങ് മെറ്റീരിയൽസ്, സ്റ്റേഷനറി, ഇൻവെർട്ടർ, അങ്ങനെയുള്ള വാക്യൂം ക്ലീനർ, ക്ലീനിങ് മെറ്റീരിയൽസ് ഒക്കെ കായകൽപ്പിനൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അതൊക്കെ കോർപ്പറേഷൻ ഫണ്ടിൽ നിന്നാണ്. വളരെ നല്ല ഒരു എമൗണ്ട് നമുക്ക് അതിന് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ മെഡിസിൻ ഫണ്ട്, പലതിനും. അല്ല മെഡിസിൻ ഫണ്ട് 5 ലക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് മാർക്കറ്റ് വിലയിൽ 5 ലക്ഷം ആയിരിക്കും 20 ലക്ഷം രൂപയുടെ മരുന്ന് വരും അല്ലേ? കാരണം ഹോംകോ വളരെ സബ്സിഡൈസ് റേറ്റാണ് കൊടുക്കുന്നത്. അപ്പൊ അതെ. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ റേറ്റ് ആയിരിക്കില്ല, വളരെ വ്യത്യാസം വരും. ആ, അറൌണ്ട് ഫോർ ടൈംസ് കൂടുന്ന എനിക്ക് തോന്നുന്നല്ലേ? അതെ. ഓക്കെ. പിന്നെ NABHനൊക്കെ എപ്പോഴും ഉള്ളത്, നമ്മൾ ഒരിക്കലും സ്റ്റോക്ക് ഔട്ട് ആകരുതെന്നാണ്. എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് അനുസരിച്ചുള്ള എല്ലാ ഡ്രഗ്സും നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മരുന്നിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അതൊരു ഫണ്ടിന്റെ ആവശ്യകത അവിടെയുണ്ട്. പിന്നെ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും പിന്നെ NABHന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പോരായ്മകൾ തോന്നും. അപ്പം നമുക്ക് പിന്നെ ഫണ്ടിന് സ്പോൺസേഴ്സിനെ ആശ്രയിക്കാൻ നിവൃത്തിയുള്ളൂ. പിന്നെ നമുക്ക് നല്ലൊരു പേഷ്യന്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ള സ്ഥലം ആയതുകൊണ്ടും ബെനിഫിഷ്യറീസ് യോഗയ്ക്കൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിന് ഭാഗ്യത്തിന് ഒരു പ്രയാസം നേരിട്ടില്ല. സ്പോൺസർഷിപ്പ് വഴി കിട്ടിയത് ഒന്ന്, നമ്മുടെ ടോക്കൺ സിസ്റ്റം, അതായത് ടോക്കൺ വെൻഡിങ് മെഷീനും ടോക്കൺ ഡിസ്പ്ലേ യൂണിറ്റും അതിന്റെ അനുബന്ധ സാധനങ്ങളും. അപ്പൊ ഇത് നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യ PTP നഗർ ബ്രാഞ്ചാണ് തന്നത്. നമ്മുടെ HMC
അക്കൗണ്ട് ഈ ബാങ്കിലാണ്. അപ്പൊ നമുക്ക് കായികൽപ്പ് 1 ലക്ഷം രൂപ കിട്ടിയതൊക്കെ നിങ്ങൾ അവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പൊ ബാങ്കും സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഇതൊക്കെ സ്പോൺസർ ചെയ്ത് തന്നു. അല്ല, ഞാനിത് എടുത്ത് പിന്നുള്ള ചോദിക്കാനുള്ള കാര്യം, നമ്മൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മേഖലയാണ് ഇത്. ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ അതിനായിട്ടാണ് ഈ പ്രോഗ്രാം വെച്ചത്. നമ്മുടെ ഒരുപാട് ഡോക്ടേഴ്സിന് കപ്പാസിറ്റി ഉള്ളവരുണ്ട് നമ്മുടെ സമൂഹത്തിനുണ്ട്. അപ്പൊ ഇത് തമ്മിൽ കണക്ട് ആകാൻ ഡോക്ടർ വിജയിച്ചു എന്നാണ് അർത്ഥം. അല്ല അതുകൊണ്ട് അല്ല അതാണ് ഇത്രയും കിട്ടിയത്. ഓക്കെ. ഓക്കെ. പിന്നെ നമുക്ക് TV നമ്മുടെ IEC ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് യോഗ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഞങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പേഷ്യൻസ് ഒക്കെ ഒരുപാടുള്ളപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കാൻ ഒരു ടെലിവിഷൻ അത്യാവശ്യമായിരുന്നു. അത് ലയൺസ് ക്ലബ്ബ് വലിയവിള നമുക്കൊരു TV തന്നു. പിന്നീട് സെക്കൻഡറി വെയിറ്റിംഗ് ഏരിയയിലുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ, അത് ഭാരതീയ മനുഷ്യാവകാശ ഫോറം അവരാണ് നമുക്കത് സ്പോൺസർ ചെയ്തത്. പിന്നെ യോഗ ഹാളില് 4 പെഡസ്റ്റൽ ഫാൻസ്, അത് യോഗ ബെനിഫിഷ്യറീസ് 70ഓളം ബെനിഫിഷ്യറീസ് നമുക്ക് യോഗ ബെനിഫിഷ്യറീസ് ഉണ്ട്. അവരെല്ലാം കാരണം അവർക്ക് നമ്മൾ യോഗയ്ക്ക് ഒന്നും ചാർജ് ചെയ്യുന്നില്ലല്ലോ, ഒരു 5 രൂപ OP ടിക്കറ്റ് മാത്രമാണ് അവർക്ക് ചിലവാകുന്നത്. അപ്പൊ അവരെല്ലാം സന്തോഷപൂർവ്വം തന്നാണ് ഈ 4 പെഡസ്റ്റൽ ഫാൻസ്. പിന്നുള്ളത് നമുക്ക് ചെയർസ് ആയിരുന്നു. അപ്പൊ ആ ചെയർ അതിന്റെ ചിത്രം വന്നിട്ടില്ല. ഓക്കെ. 25 ചെയറും അതും നമ്മുടെ ബെനിഫിഷ്യറീസ് തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയത്. പിന്നെ നമ്മൾ പറയുന്നത് സ്റ്റാൻഡർഡൈസേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് വെച്ചുള്ള പ്രവർത്തന രീതിയും വന്നതോടുകൂടി, അതായത് ആയുഷ് 3 കാര്യങ്ങളായിരുന്നു: ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ, അതുപോലെ കായകൽപ്പ്. ഈ 3 സ്കീം വെച്ചിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ഗൈഡ് ലൈൻസും വെച്ചിട്ട് നമുക്ക് ഒരു യൂണിഫോമിറ്റി നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വന്നു. അതാണ് സ്റ്റാൻഡർഡൈസേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൽ ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ. അതിപ്പോ നൗ റീബ്രാൻഡഡ് ആസ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. അതിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു കോംപ്രഹെൻസീവ് പ്രൈമറി, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് വെൽനസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആയുഷ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് ആയുഷിന്റെ എല്ലാ മേഖലകളിലെയും, പ്രത്യേകിച്ച് നമുക്ക് ഹോമിയോപ്പതി, അതിന്റെ ഒരു പ്രധാന ലക്ഷ്യം റെഡ്യൂസ് ദ ഡിസീസ് ബർഡൻ ആൻഡ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ വെൽനസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേനും പേഷ്യൻസിന്റെ രോഗാതുരതയും കുറയുന്നു, അതുപോലെ നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന പണത്തിനും കുറവ് വരുത്തുക എന്നുള്ളതാണ്. അതിന് പിന്നെ കുറച്ച് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു ബ്രാൻഡിങ് വിത്ത് യൂണിഫോം കളർ കോഡും ചില സൈനേജസുകളൊക്കെ വേണം. ഇപ്പൊ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പൊ മിക്കവാറും ആരോഗ്യ സ്ഥാപനങ്ങൾ, അതായത് അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, ഈ 3 സിസ്റ്റത്തിലെയും ഈ നിറത്തിലുള്ള അതിന്റെ കളർ കോഡ് ഇതാണ്: യെല്ലോ വാൾ കളർ, യെല്ലോ മെറ്റലും ബോർഡർ കളർ എത്നിക് ബ്രൗൺ. ഈ കളർ കോമ്പിനേഷനോട് കൂടി ഈ 6 ലോഗോസും കൂടെ ഉള്ള സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ളതാണ്. ഇത്രയും ചിഹ്നങ്ങൾ അതിൽ മാൻഡേറ്ററി ആയിട്ടുള്ളതാണ്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കത് ആരോഗ്യ മന്ദിറാണെന്ന് മനസ്സിലാകും. അപ്പൊ ഇതിൽ അവർ പ്രധാനമായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുഷ് മേഖലയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലോട്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ ഹെർബൽ ഗാർഡൻ ഒരു പ്രാധാന്യമുണ്ട്. അതായത് സാധാരണ ആൾക്കാർക്ക് നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ച് അവയർനെസ് വേണമെന്നും എന്തിനൊക്കെയാണ് ഈ മെഡിസിൻസ് ഉപയോഗിക്കുന്നത് നമ്മൾ സൈനേജുകൾ ഓരോ ചട്ടിയിലും ഇങ്ങനെ പ്ലാൻ ചെയ്ത് അത് ആൾക്കാർക്ക് അറിഞ്ഞിരിക്കണം എന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലങ്ങളിനേക്കാളും നോർത്തിലോട്ടൊക്കെ പോകുമ്പോഴത്തേനും അവർക്ക് സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഇതുപോലെ അത്യാവശ്യം മെഡിസിനൽ പ്ലാന്റ്സ് ഉപയോഗിക്കാം എന്നതാണ് അതിൽ അവർ വിഭാവനം ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ സേവനങ്ങൾ നമ്മൾ കമ്മ്യൂണിറ്റിയിലോട്ട് എത്തിക്കാൻ നമുക്ക് കുറച്ച് മാൻ പവർ ആവശ്യമുണ്ട്. അതും അവർ ലഭ്യമാക്കുന്നുണ്ട്. അതായത് മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ, യോഗ ഇൻസ്ട്രക്ടർ, അതുപോലെ 5 ആശാ വർക്കേഴ്സ്. ഇതാണ് നമ്മുടെ വെൽനസ് സെന്റേഴ്സിന്റെ സ്റ്റാഫ് പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റം. ഇപ്പം ഓരോരുത്തരുടെയും എന്താണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ MPHW, അത് സാധാരണ ജനറൽ നഴ്സിംഗ് പാസ്സായ കുട്ടികളെയാണ് അവർ എംപ്ലോയ് ചെയ്യുന്നത്. അവരുടെ പ്രധാന ഇതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ ഒരു പേഷ്യന്റ് രജിസ്റ്റർ ചെയ്ത് വന്നു കഴിയുമ്പോൾ അവരുടെ വൈറ്റൽ സൈൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നു. അതായത് BP, ഹൈറ്റ്, വെയിറ്റ്. ഒരല്പം സ്ലോയിൽ പറയാമോ? ഓക്കെ ഡോക്ടർ. എല്ലാവർക്കും ഫെമിലിയർ അല്ലേ ഡോക്ടർ പറഞ്ഞ വേർഡ്സ്? ഒരല്പം കൂടെ പറഞ്ഞു. ഓക്കെ. ഓക്കെ. അതായത് മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കേഴ്സിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് വെച്ചാൽ പേഷ്യൻസ് വരുമ്പോൾ അവരുടെ ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് പ്രഷർ, പിന്നെ ടെമ്പറേച്ചർ, പൾസ് റെലവെന്റ് ആയിട്ടുള്ള, ഇപ്പം ഓക്സിജൻ സാച്ചുറേഷൻ അങ്ങനെയൊക്കെ വേണ്ടത്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ നമുക്കിപ്പം ഒരാളുടെ ബ്ലഡ് ഷുഗർ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോമീറ്റർ അവൈലബിൾ ആണ്. റാൻഡം ഷുഗർ ഒക്കെ പരിശോധിക്കാനും MPHW അവരുടെ അത് ഡ്യൂട്ടിയിൽ വരുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും ഏർലി ഡിറ്റക്ഷൻ ഓഫ് NCDs, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഏർലി ഡിറ്റക്ഷനും
അത് വരാനുള്ള സാധ്യത, മുന്നോട്ട് പോകാനുള്ള സാധ്യത തടയുക എന്നുള്ളതാണ് വെൽനസ് സെന്ററിന്റെ ഒരു പ്രധാന ഡ്യൂട്ടീസിലുള്ളത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് അവരൊരു സ്ക്രീനിങ് ടെസ്റ്റ്, നമ്മുടെ BMI, അതുപോലെ റിസ്ക് അസസ്മെന്റ്, ഫോളോ അപ്പ്, ഇതൊക്കെ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കറുടെ പ്രധാന ഡ്യൂട്ടികൾ ഒന്നാണ്. പിന്നുള്ളത് പാലിയേറ്റീവ് ഹോം കെയർ വിസിറ്റ് ആണ്. അപ്പൊ പാലിയേറ്റീവ് ഹോം വിസിറ്റ് നമുക്ക് കോർപ്പറേഷന്റെ പാലിയേറ്റീവ് ടീമിനൊപ്പവും അതുപോലെ ഡിപ്പാർട്ട്മെന്റിന്റെ പാലിയേറ്റീവ് ടീമും ഉണ്ട്. ഇത് രണ്ടിനൊപ്പവും പാലിയേറ്റീവ് വിസിറ്റിന് അവർ പോവാറുണ്ട്. അപ്പോൾ റെഗുലർ ഹോം കെയർ വിസിറ്റ്, പിന്നെ സപ്പോർട്ടീവ് കെയർ, ഈ കെയർ ഗിവേഴ്സിന് വേണ്ട ഹെൽത്ത് എഡ്യൂക്കേഷൻ, പിന്നെ നീഡി പീപ്പിളിന് ഇപ്പം ആവശ്യം നമുക്കൊരു വൂണ്ട് ഹീൽ ചെയ്യാനുള്ളതിനൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ മെഡിസിൻസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസും അവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലുള്ള പാലിയേറ്റീവ് പേഷ്യൻസ് ആണ്. ഇപ്പൊ എത്ര കേസ് ഉണ്ടോ പാലിയേറ്റീവ് കെയറിന്? ഈ അജിൻ എന്ന് പറയുന്നതാണ് ഈ ഒരു പയ്യൻ. ഇവനെ നമ്മൾ മാനവീയത്തിലൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും. അവൻ സ്വന്തമായി ഈ വീൽ ചെയർ ഓടിച്ച് വലിയ വിളയെന്ന് മാനവീയത്തിലൊക്കെ പോകുന്നൊരു പയ്യനാണ്. അപ്പൊ ഇവന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഞങ്ങൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാഡം ഒരു 4 പാലിയേറ്റീവ് പേഷ്യൻസിനെ നമ്മുടെ ഡിസ്പെൻസറിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് മാഡം സ്പോൺസർ ചെയ്ത് അവരെ. അപ്പൊ ഇവൻ പൂവാറ് 17-ാം വയസ്സിൽ കടലില് കൂട്ടുകാരുമൊത്ത് ഡൈവ് ചെയ്യുമ്പോൾ എങ്ങനെയോ അവന്റെ C4 C5 അവന് തല എങ്ങോ കറങ്ങി വീണിട്ട് അവനൊരു ഫ്രാക്ചർ സംഭവിച്ച് പിന്നെ അവൻ കഴുത്തിന് താഴെ തളർന്നു പോയൊരു പയ്യനാണ്. പക്ഷെ അവൻ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അവനെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ടൊക്കെ കൊണ്ടുവരുന്നത്, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ ഇതിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു 5 പേഷ്യൻസ് ആണ് അവിടെ ഉള്ളത്. ഹോം വിസിറ്റിന് നമ്മൾ പോകുന്ന 5 പേഷ്യൻസ് ആണ്. അപ്പൊ അതിനൊരു ഭയങ്കര നല്ലൊരു ഡോക്ടറും കൂടെ അല്ലേ പോണത്? അല്ലേ? അതെ, ഞാനുണ്ട് മാഡം, താ നിൽക്കുന്നു. ഞങ്ങൾ പോവാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ ഒരുപാട് വിസിറ്റ് ഉള്ളപ്പോൾ MPHW ആശാ വർക്കേഴ്സും ആയിരിക്കും പോകുന്നത്. പിന്നീടുള്ളത് ആശാ വർക്കേഴ്സിന്റെ സേവനം. ആശാ വർക്കേഴ്സിന്റെ അവരുടെ നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഒരു ആശാ വർക്കറും ആ വാർഡിലെ ആശാ വർക്കറും സമീപത്തെ 4 വാർഡുകളിലെ ആശാ വർക്കേഴ്സിനെയാണ് ആശാ കോർഡിനേറ്റേഴ്സ് ആണ് NHMന്റെ ഇതിൽ നിന്ന് നമുക്ക് അവരെ ഡിപ്ലോയ് ചെയ്ത് കിട്ടുന്നത്. നമുക്ക് വളരെ താമസിച്ചാണ് കിട്ടിയത്. കാരണം അലോപ്പതി അവർ വിട്ടുതരാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളായിട്ടാണ് നമുക്ക് NABHന് ഉറപ്പായും വേണമെന്നുള്ളതുകൊണ്ടാണ് പിന്നെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരുടെ സേവനം വളരെ വലുതാണ്. കാരണം അവരുടെ സാധാരണ ഫീൽഡ് വിസിറ്റിനൊപ്പം തന്നെ ഈ ആയുഷ് മേഖലയിലെ സേവനങ്ങളും കൂടെ കമ്മ്യൂണിറ്റിയിൽ എത്തിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാന ഇതാണ്. അപ്പം നമ്മുടെ പ്രോജക്ട്സിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ക്ലാസ് കൊടുത്തിട്ട് അപ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതലായിട്ട് നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇന്ന ആക്ടിവിറ്റീസ് ഉണ്ടെന്നുള്ളത് മറ്റ് 4 വാർഡുകളും കൂടെ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ നമുക്ക് ഏരിയ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ ആശാ വർക്കേഴ്സ് ഫീൽഡിൽ പോകുമ്പോൾ തന്നെ ഒരു CBSE ഫോം ഉണ്ട്. ഇത് നമ്മുടെ NABHന് അത്യാവശ്യമുള്ളതാണ്. അതായത് കമ്മ്യൂണിറ്റി ബേസ്ഡ് അസസ്മെന്റ് ചെക്ക് ലിസ്റ്റ് ആണിത്. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യനെയർ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിൽ ചെയ്ത് അവരുടെ സാധാരണ BMI, ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ അവരുടെ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടോ, സ്മോക്കിംഗ് ഉണ്ടോ, ആൽക്കഹോളിക് ആണോ, പിന്നെ ഫാമിലി എന്തെങ്കിലും NCDs ഫാമിലിയിലുണ്ടോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യനെയർ ഉണ്ട്. അപ്പോൾ അതിനൊരു സ്കോറും ഉണ്ട്. അപ്പോൾ ഈ സ്കോറ് 4-ന് മുകളിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മുടെ ഡിസ്പെൻസറികളിലോട്ട് റെഫർ ചെയ്യണം എന്നാണ്. അപ്പോൾ നമുക്ക് അവർക്ക് കൂടുതൽ ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റും. പിന്നെ യോഗ പോലുള്ളതിലൊക്കെ വരാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യാം. പിന്നെ അവരുടെ ഭക്ഷണക്രമം ഇതൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റും. പിന്നെ മെഡിസിൻ ആവശ്യമായിട്ടുള്ളവർക്ക് നമ്മൾ മെഡിസിനും കൊടുക്കാറുണ്ട്. പിന്നെ ആശാ വർക്കേഴ്സ് മാസത്തിൽ 2 ദിവസം പൂർണ്ണമായും സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ്. അവരിതുപോലെ BP ചെക്ക് ചെയ്യാനും പിന്നെ ഈ ഒരു ഫാമിലി എംപാനൽമെന്റ് രജിസ്റ്റർ, അങ്ങനെയൊക്കെ കുറേ രജിസ്റ്റേഴ്സ് നമ്മുടെ NABHന്റെ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യാനും ഒക്കെ അവർ സഹായിക്കും. പിന്നെ നമ്മളുടെ സ്ഥാപനത്തിന്റെ ആക്ടിവിറ്റീസ് നേരിട്ട് അറിയാനും അത് കമ്മ്യൂണിറ്റിയിൽ എത്തിക്കാനും സാധിക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഫീൽഡ് പിന്നെ നമ്മൾ ഇപ്പം എക്സിസ്റ്റിംഗ് നമ്മുടെ ആക്ടിവിറ്റീസിനെ കുറച്ചും കൂടി മാൻ പവറോട് കൂടി നമുക്ക് സമൂഹത്തിൽ എത്തിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവയർനെസ് സെഷൻസ്, മെഡിക്കൽ ക്യാമ്പ്സ് ഒക്കെ നമ്മൾ എല്ലാവരും നടത്തുന്നതാണ്. പക്ഷെ ഇവരുടെയും കൂടി ഒരു ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് മെച്ചപ്പെട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. ഇനി പ്രധാനപ്പെട്ടത് യോഗ ആക്ടിവിറ്റീസ് ആണ്. സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ എന്നാണ് വെൽനസ് സെന്റേഴ്സ്. അപ്പോൾ അതിൽ അവയർനെസ് റിഗാർഡിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് യോഗ ആൻഡ് കൺട്രോളിംഗ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അത് കമ്മ്യൂണിറ്റി ലെവലിൽ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ യോഗ എന്ന് പറയുമ്പോൾ 70ഓളം ബെനിഫിഷ്യറീസ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 ബാച്ചിലായിട്ട് നമ്മുടെ വർക്കിംഗ് അവേഴ്സിലാണ് അവരുടെ സേവനവും ലഭ്യമാകുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെയും, അതുപോലെ ഔട്ട്റീച്ച് ആയിട്ട് 15ഓളം യോഗ ക്ലബ്ബുകൾ 3 വാർഡിലായിട്ട്. അപ്പോൾ അത് അംഗൻവാടീസിലൊക്കെ യോഗ കൊടുക്കാറുണ്ട്. അതുപോലെ ഒരു ഓൾഡ് ഏജ് ഹോം
30ഓളം ഇൻമേറ്റ്സ് ഉള്ള ഒരു ഓൾഡ് ഏജ് ഹോം നമ്മളുടെ അടുത്തുണ്ട്. അപ്പോൾ അവിടെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം അവിടെ യോഗ സെഷൻ നടത്തുന്നു. അതുപോലെ ILDM, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അത് PTP നഗറിലാണ്. അവിടെയും ഇൻമേറ്റ്സും ഉണ്ട്. പിന്നെ അവിടെ ട്രെയിനിങ്ങിനായിട്ടൊക്കെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അവർക്കും വെള്ളിയാഴ്ചകളിൽ രാവിലെ 7 to 9 അവിടെയും യോഗ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് യോഗയെക്കുറിച്ചുള്ളത്. യോഗ ഔട്ട്റീച്ച് പല ക്ലബ്ബുകളിലൊക്കെ നടക്കുന്ന പിക്ചേഴ്സാണിത്. അത് യോഗയുടെ ഒരു വീഡിയോ ആയിരുന്നു. സാധാരണ നമ്മൾ അവിടെ ഇതിലിടുന്നതാണ്. ഇനിയുള്ളത് ഇത്രയാണ് വെൽനസ് സെന്റേഴ്സിനെ കുറിച്ച് പറയാൻ. ഇപ്പോൾ വെൽനസ് സെന്റേഴ്സ് വന്നതിന് ശേഷം പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഡെവലപ്മെന്റ്, അതുപോലെ ഒരു നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റേർഡ് ആയിട്ട് മാത്രം പ്രവർത്തിച്ചിരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല കമ്മ്യൂണിറ്റി ലെവലിലോട്ടും കുറച്ചും കൂടി പ്രവർത്തിക്കാൻ പറ്റുന്നു. അതുപോലെ ഒരു ട്രീറ്റ്മെന്റ് ആസ്പെക്ട് എന്നുള്ള നിലയിൽ കൂടാതെ ഒരു പ്രിവെന്റീവ് ആൻഡ് ട്രീറ്റ്മെന്റ് ആസ്പെക്ട്, ഈ 3 രീതിയിലുള്ള ഒരു മാറ്റമാണ് വെൽനസ് സെന്റേഴ്സ് വഴി വന്നിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റാൻഡർഡൈസേഷൻ ഒരു വലിയ മാറ്റം വരുത്തിയ ഒരു കാര്യം NABH ആയുഷ് എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ആണ്. NABH ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകളായി എല്ലാവർക്കും ഒരുപാട് നന്നായിട്ട് അറിയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതൊരു പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിയും ഹെൽത്ത് കെയർ ക്വാളിറ്റിയും ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ബോർഡാണ്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നമ്മൾ ഈ NABHലോട്ട് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്യപ്പെടുമ്പോൾ തന്നെ നമുക്കൊരു ചെക്ക് ലിസ്റ്റ്, ആയുഷ് AHWC ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരം നമ്മളൊരു ഗ്യാപ്പ് അനാലിസിസ് നടത്തും. നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്, ഇനി എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഗ്യാപ്പ് അനാലിസിസ് നമ്മൾ സെൽഫായിട്ട് നടത്തും. അതാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് ആണ് നമുക്ക് നിലനിർത്തി കാണുന്നത്. അതുപോലെ തന്നെ ആയുഷിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഗൈഡ് ബുക്ക് നമുക്കുണ്ട്. ഇത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആ സൈറ്റിലേക്ക് ജിയോ ടാഗ് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഫോട്ടോ, ജീവനക്കാരുടെ ഫോട്ടോ, അതുപോലെ ഫാർമസി, പ്രിസ്ക്രിപ്ഷൻ, അങ്ങനെ അതിന്റെ വന്ന മാറ്റങ്ങൾ ഞാൻ ആ പിക്ചർ കാണിക്കുമ്പോൾ മനസ്സിലാവും. പറഞ്ഞു പോയാൽ അത് ബോറിംഗ് ആയിരിക്കും. ഇതാണ് NABHനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയുള്ളത് കായകൽപ്പം എന്നുള്ളതാണ്. കായകൽപ്പ് ആക്ച്വലി അത് ഈ സ്വച്ഛ ഭാരത് അഭിയാൻ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അതായത് ഈ പബ്ലിക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ടു പ്രൊമോട്ട് ക്ലെൻലിനെസ്, ഹൈജീൻ, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി പ്രാക്ടീസസ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. അപ്പം നമ്മൾ ആ ശുചിത്വം എന്നുള്ളത് നമ്മൾ പണ്ട് ഒക്ടോബർ 2 നമ്മളിങ്ങനെ ആചരിച്ചിരുന്ന പോലെ ഇപ്പം എപ്പോഴും ആ ഒരു ക്ലെൻലിനെസ് നമ്മുടെ വർക്ക് പ്ലേസിലും നമ്മൾ ഈ ക്ലെൻലിനെസ്സും ഇൻഫെക്ഷൻ കൺട്രോളും ഒക്കെ അത് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ പ്രവൃത്തിയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു ഇൻസെൻറ്റീവും കൊടുക്കുന്നുണ്ട്. ഇതൊരു 6 തീമാറ്റിക് സ്കീമുള്ള 6 തീമാറ്റിക് സ്കീംസ് ഓഫ് കായകൽപ്പം എന്ന് പറഞ്ഞാൽ അതിൽ 6 തീംസ് ആണുള്ളത്. ഒന്ന് AHWC അപ്കീപ്പ്, സ്ഥാപനത്തിന്റെ അതായത് ഒരു ചുറ്റുമതിലുണ്ടോ, അതുപോലെ ഈ കന്നുകാലി അതൊക്കെ വന്നു കയറാതുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടോ, പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ്, സൈനേജസ്, ഇങ്ങനെ 6 ഹെഡിങ്ങുകളിലായിട്ട് ഫെസിലിറ്റി അപ്കീപ്പ്, സാനിറ്റേഷൻ, ഹൈജീൻ, വേസ്റ്റ് മാനേജ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ, സപ്പോർട്ട് സർവീസസ്, ഹൈജീൻ പ്രൊമോഷൻ, ഇങ്ങനെ 6 തീമാറ്റിക് ഏരിയ വെച്ചിട്ട് 100ഓളം ക്വസ്റ്റ്യനെയർ ഉള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ചെക്ക് ലിസ്റ്റ് നമ്മൾ സെൽഫ് അസസ് ചെയ്യണം. നമുക്ക് എന്തൊക്കെയുണ്ട്, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് പരിഹരിക്കാം. ചിലതൊന്നും നമുക്ക് ഇപ്പൊ ചുറ്റുമതിലൊന്നും ഇല്ലാത്ത സ്ഥാപനത്തിൽ അത്ര പെട്ടെന്നൊന്നും ചുറ്റുമതിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു സെൽഫ് അസസ്മെന്റും ഒരു സ്കോറും നടത്തുന്നു. ഈ സ്കോർ 80ക്ക് മുകളിലുള്ളവർക്ക് ഒരു ഡിസ്ട്രിക്ട് ലെവൽ അസസ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു ടീം വന്ന് നമ്മളെ അസസ് ചെയ്യും. ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരം തന്നെ അത് മാർക്ക് ഇട്ടിട്ട് തന്നെയാണ് ഒരു സ്കോർ ഉണ്ടാവും. അതിലും മുന്നിട്ട് നിൽക്കുന്നവരെ സ്റ്റേറ്റ് ലെവൽ അസസ്മെന്റിലേക്ക് പോകും. ആ സ്റ്റേറ്റ് അസസ്മെന്റിൽ സ്കോർ അനുസരിച്ച് 1ാം സ്ഥാനം ഇപ്പം നമ്മുടെ ഡിസ്പെൻസറികൾക്കാണെങ്കിൽ 1 ലക്ഷം രൂപയാണ്, 2ാം സ്ഥാനം 30,000 രൂപ, പിന്നെ 3 സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ വെച്ചിട്ട് പ്രോത്സാഹന സമ്മാനം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു നമ്മളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് വീണ്ടും അത് ഒരു സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയാണ്. ഈ ക്ലെൻലിനെസ്, ഹൈജീൻ പ്രാക്ടീസസ് തുടർന്നുകൊണ്ട് പോവുകയും അങ്ങനെ ഒരു ഇംപ്രൂവ്ഡ് ക്ലെൻലിനെസ് ഇൻ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ടാക്കുക, ഒരു പോസിറ്റീവ് ഹെൽത്ത് ഔട്ട്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ കായകൽപ്പ പ്രോഗ്രാമിന്റെ ഒരു ഒബ്ജക്റ്റീവ്. ഇപ്പൊ ആദ്യമായിട്ട് 2025 തുടങ്ങി നമ്മുടെ ആയുഷ് വിഭാഗത്തിൽ തുടങ്ങിയത്. 2015 മുതൽ അലോപ്പതി സിസ്റ്റത്തിലുണ്ട്. അപ്പം കഴിഞ്ഞ വർഷമാണ് നമ്മുടെ തുടങ്ങിയത്. വലിയ വിലയ്ക്ക് തിരുവനന്തപുരത്ത് 1ാം സ്ഥാനം കിട്ടി. ഞങ്ങളുടെ 1 ലക്ഷം രൂപ
HMCയിലേക്കാണ് അത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ പറഞ്ഞ സ്റ്റാൻഡർഡൈസേഷനുള്ള 3 കാര്യങ്ങൾ. ഒന്ന് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, ഒന്ന് NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ, 3 കായകൽപ്പ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ കൃത്യമായും വ്യക്തമായും ഒരു പ്രോട്ടോകോൾസും ഗൈഡ് ലൈൻസിലൂടെയാണ് സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇതിന്റെ എന്താണ് ഇതുകൊണ്ട് നമുക്ക് സ്ഥാപനത്തിൽ വന്ന മാറ്റം എന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു IT ഒരു മുന്നേറ്റവും കൂടെ പറയാം. അതായത് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസും ഇപ്പൊ ഡിജിറ്റലൈസ്ഡ് ആണ്. കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ് ത്രൂ AHIMS, ആയുഷ് ഹോമിയോപ്പതി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിലൂടെയാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസും ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മുടെ സ്ഥാപനത്തിൽ തുടങ്ങിയത് ഫെബ്രുവരി 14, 2024 മുതലാണ്. അപ്പൊ ഇതിന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഡിജിറ്റലൈസ്ഡ് ആണ്. അതായത് സ്ഥാപനത്തിന്റെ സർവേ നമ്പർ മുതൽ ബിൽഡിംഗ് ഡീറ്റെയിൽസ്, നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ, അതായത് നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടർ കിട്ടുവാണെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടി, അതിന്റെ ഇൻവോയ്സ് നമ്പർ എത്ര, അതിന്റെ എത്ര തുകയ്ക്കാണ് കിട്ടിയത്, അതിന്റെ ഒരു ചിത്രം ഉൾപ്പെടെ നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ്ഡ് ആക്കുവാണ്. പിന്നെ ആര് വന്നാലും ഏത് സ്ഥാപനത്തിലോട്ട് ആര് മാറിപ്പോയാലും ഈ ഡീറ്റെയിൽസ് എല്ലാം സ്ഥാപനത്തിന്റെ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ HMCയുടെ എല്ലാ ഡീറ്റെയിൽസും, എത്ര രൂപയാണ് വരവ്, ബാങ്കിൽ എത്ര, ഇപ്പോഴത്തെ എത്ര ഡെപ്പോസിറ്റ് ബാക്കിയുണ്ട്. പിന്നെ ഫാർമസിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫാർമസി, നമ്മൾ മെഡിസിൻ ഇൻറ്റൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റോറിൽ എത്ര മെഡിസിൻ എക്സ്പയറി ആകാറായ മെഡിസിൻസ് ഏതൊക്കെയാണ്. ഡോക്ടറെ, പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ലേ മനസ്സിലാവുള്ളൂ. പ്രൈമറി ഫാർമസി എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിസിൻ സ്റ്റോക്ക് വരുന്നത് പ്രൈമറി ഫാർമസിയിലും അവിടുന്ന് ഇഷ്യൂ ചെയ്ത് നമ്മൾ ഡിസ്പെൻസ് ചെയ്യുന്ന സ്ഥലത്തുള്ള മെഡിസിൻ സെക്കൻഡറി ഫാർമസിയാണ്. അപ്പൊ നമുക്ക് ഇപ്പം HIMSൽ നമ്മൾ ഒരു പേഷ്യന്റിന്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നോക്കുമ്പോൾ ഒരു മെഡിസിനിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ അത് ചുമന്ന നിറത്തിലാണെങ്കിൽ ആ മെഡിസിൻ ഫാർമസിയിൽ ഇല്ല എന്നാണ് അർത്ഥം, പച്ചയാണെങ്കിൽ അത് ഫാർമസിയിൽ ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാട് സമയം ലാഭിക്കാം. ഈ മെഡിസിൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് എന്ന് പറയണ ഡോക്ടറെ മെഡിസിൻ ഫാർമസിയിൽ ഇല്ല, അതൊന്നുമില്ല, നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഇതെല്ലാം മനസ്സിലാകും. മെഡിസിൻ ഉണ്ടോ, കമ്പ്യൂട്ടർ സ്ക്രീനിലെ കളർ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഉണ്ടോ ഇല്ലെന്നോ. അതെ, മെഡിസിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പിന്നീട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഏറ്റവും പ്രധാനം ഇതിൽ OP ആണ്, OP മാനേജ്മെന്റ്. ഈ OP മാനേജ്മെന്റിൽ ഒരു പേഷ്യന്റ് 3 ജീവനക്കാരുടെ ലോഗിൻ IDയിലാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. അതായത് അറ്റൻഡറുടെ ലോഗിനിൽ ഒരു പേഷ്യന്റ് വന്ന് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ ആ പേഷ്യന്റിന് ഒരു യുണീക്ക് ID കിട്ടും. ഇപ്പൊ തിരുവനന്തപുരം ജില്ല 01 എന്ന തുടക്കത്തിലുള്ള ഒരു 12 അക്ക നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ID വെച്ചിട്ട് ഈ പേഷ്യന്റ് കേരളത്തിലെ ഏത് ഗവൺമെന്റ് സ്ഥാപനത്തിൽ ചെന്നാലും അദ്ദേഹത്തിന്റെ ചികിത്സാ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് അതിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പേഷ്യന്റിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് വിട്ടില്ലെങ്കിൽ പോലും ഈ ഒറ്റ ക്ലിക്കിൽ തന്നെ പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും മറ്റേത് സ്ഥാപനത്തിൽ ചെന്നാലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ പേഷ്യന്റ് ഈ AHIMS ഏർപ്പെടുത്തിയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും കേരളം മൊത്തം കിട്ടും. അങ്ങനെ പേഷ്യന്റ് ആദ്യം പേഷ്യന്റ് ഒരാളുടെ ലോഗിൻ IDയിൽ പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറുടെ ലോഗിൻ IDയിൽ കൺസൾട്ടേഷൻ നടക്കുന്നു. ഫാർമസിസ്റ്റിന്റെ ലോഗിനിൽ കൂടെ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുന്നു. അപ്പൊ ഇതിന് 3 ലാപ്ടോപ്പ് ലഭ്യമാണ്. അതുപോലെ തന്നെ ഒരു ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, സ്കാനർ. പിന്നെ ഫാർമസിയിൽ നമ്മൾ മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ എടുത്തു കൊടുക്കാൻ വേണ്ടി ഫാർമസിയിൽ നമുക്ക് ഒരു പ്രിന്റർ ലഭ്യമാണ്. ഇത്രയാണ് നമ്മുടെ IT മേഖല. പിന്നെ ഇതിനെല്ലാം വേണ്ടി അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈക്ക് ഒരു ഇൻവെർട്ടറും ഉണ്ട്. നാമാണ് ഇൻവെർട്ടർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ IT മേഖലയിലെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ വന്ന മാറ്റം എന്ന് നോക്കാം. ഇപ്പൊ NABHന്റെ പ്രധാനപ്പെട്ട ഒരെണ്ണം, സ്ഥാപനത്തിന് വരുന്ന മെയിൻ റോഡിൽ തന്നെ ഇത്ര കിലോമീറ്റർ അപ്പുറത്ത് ഒരു സ്ഥാപനം ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു നാവിഗേഷൻ ബോർഡ് ഉണ്ട്. അപ്പൊ 500 മീറ്റർ അകലെ വേട്ടമുക്ക് ജംഗ്ഷനിലാണ് നമ്മൾ ഇതുപോലെ ഒരു നാവിഗേഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്ഥാപനത്തിന്റെ മെയിൻ ബോർഡ്, അത് മലയാളത്തിലും ഇംഗ്ലീഷിലും സ്ഥാപനത്തിന്റെ വെൽനസ് സെന്റർ എന്നുള്ള ബോർഡ് വേണം. പിന്നെ കളർ കോഡ് അനുസരിച്ച് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ലോഗോസ് ഉണ്ട്, 6 നമ്മുടെ സർവീസ് ലോഗോസ് എല്ലാം അതിനകത്തുണ്ട്. പിന്നീട് വേണ്ടത് പ്രധാനമായിട്ട് സൈനേജസ് ആണ്. സൈനേജസ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഒരു പ്ലാൻ, ലേഔട്ട് ചാർട്ട്, എൻട്രി പോയിന്റ് തന്നെ നമുക്കൊരു ലേഔട്ട് ചാർട്ട് ഉണ്ട്. അതിൽ സ്ഥാപനത്തിന്റെ ഏതൊക്കെ മുറികളാണുള്ളത്, എത്ര സ്ക്വയർ ഫീറ്റ് എല്ലാം അതിന്റെ ഒരു കൃത്യമായ, ഫസ്റ്റ് ഫ്ലോറിലും
ഗ്രൗണ്ട് ഫ്ലോറിലും എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ജീവനക്കാരുടെ പേര് വിവരങ്ങൾ, അവരുടെ ഡെസിഗ്നേഷൻ, എന്നൊക്കെയാണ് അവരുടെ വീക്ക് ഓഫ്, പൗരാവകാശ രേഖ, ഗ്രീൻ പ്രോട്ടോകോള്, വിവരാവകാശം. പിന്നീട് എല്ലായിടത്തും പ്രധാനപ്പെട്ട വേണ്ട ഒരു സംഭവമാണ് പരാതിപ്പെട്ടി, കംപ്ലൈന്റ് ബോക്സ് അല്ലെങ്കിൽ സജഷൻ ബോക്സ്. കംപ്ലൈന്റ് എങ്ങനെ റേസ് ചെയ്യണമെന്നുള്ളത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. പിന്നെ അത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് രേഖപ്പെടുത്താൻ ഒരു ബുക്കും പേനയും അവിടെ ഒരു വെച്ചെഴുതാൻ ഒരു സ്ഥലമുണ്ട്. പിന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പരാതിപ്പെട്ടി ആയിരിക്കണം. അതിന്റെ പൂട്ടും താക്കോലും ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. രണ്ടുപേര് ചേർന്നാണ് അത് തുറക്കേണ്ടത്. പിന്നെ അത് ബുക്കിൽ രജിസ്റ്റർ ചെയ്യണം. പിന്നെ അതിന്റെ പരാതി പരിഹരിക്കുന്നവരെയുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സൈനേജസുകൾ. പിന്നെ എല്ലാ റൂംസും നമ്പേർഡ് ആണ്. പിന്നെ ടോക്കൺ എടുത്തിട്ട്, അത് ടോക്കൺ വെൻഡിങ് മെഷീൻ എൻട്രൻസിൽ തന്നെയുണ്ട്. ടോക്കൺ എടുത്തിട്ട് പേഷ്യന്റ് വന്ന OP രജിസ്ട്രേഷൻ, ഇതാണ് അറ്റൻഡറുടെ ലോഗിൻ ID കൂടെ പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുന്നു. അതാണ് രജിസ്ട്രേഷൻ ഏരിയ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രൈമറി വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, സെക്കൻഡറി വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ഈ പ്രൈമറി വെയിറ്റിംഗ് ഏരിയയിൽ അവർക്ക് ആവശ്യത്തിന് കസേരകളും ഇരിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അവിടുന്ന് ടോക്കൺ അനുസരിച്ച് ഇനി അടുത്ത ഡോക്ടറെ കാണേണ്ടവർക്ക് സെക്കൻഡറി വെയിറ്റിംഗ് ഏരിയയിലേക്ക് വരാം. അവിടെയും ആവശ്യത്തിനുള്ള ഇരിപ്പിടമുണ്ട്. ഒരു വാട്ടർ പ്യൂരിഫയർ ഒക്കെ ഉണ്ട്. പിന്നീട് ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് ഏരിയ ആണ്. അമ്മയ്ക്കും കുഞ്ഞിനും ഒരു സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് ഏരിയ. അപ്പം ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള ഒരു സൈനേജുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അടുത്തായിട്ടൊരു IEC കോർണർ ആണ് ഈ പ്രൈമറി വെയിറ്റിംഗ് ഏരിയയിലുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പോൾ ഈ ഒരു ബ്രോഷേഴ്സ് ഒക്കെ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോട്ടീസസ്, ബ്രോഷേഴ്സ്, പിന്നെ മാഗസീൻസ് റിഗാർഡിംഗ് ഹൈജീൻ പ്രൊമോഷൻ, ഹെൽത്തി ഡയറ്ററി ഹാബിറ്റ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് യോഗ, എക്സസൈസ്, സ്ലീപ്പ്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, പിന്നെ ടെലിവിഷൻ ഫോർ എന്റർടൈൻമെന്റ് ആൻഡ് IEC ആക്ടിവിറ്റീസ്. നേരത്തെ കാണിച്ച ഒരു യോഗയുടെ ഡോക്യുമെന്ററി ഒക്കെ നമ്മൾ ആ ടെലിവിഷനിൽ കൂടെ കൂടുതൽ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട്സിന്റെ എല്ലാം ബ്രോഷേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. സദ്ഗമയ, സീതാലയം, പുനർജനി, ജനനി, ആയുഷ്മാൻ ഭവ, റീച്ച്. അപ്പൊ ഇതൊക്കെ പേഷ്യൻസ് വായിക്കുകയും ചിലരത് കൊണ്ടുപോകുകയും, അപ്പൊ അവർക്കൊരു അവയർനെസ് കിട്ടുന്നുണ്ട് നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ. പിന്നെ അടുത്തത് കൺസൾട്ടേഷൻ റൂമാണ്. ഇപ്പം കൺസൾട്ടിംഗ് റൂമിൽ പേഷ്യന്റ് പ്രൈവസിയോട് കൂടി ഒരു എക്സാമിനേഷൻ ടേബിൾ, ഒരു കർട്ടനൊക്കെ ഇട്ട് നമ്മൾ പ്രൈവസി ഉണ്ട്. പിന്നെ ഒരു എക്സ്റേ വ്യൂ മെഷീൻ, പിന്നെ NABHന്റെ ആവശ്യത്തിന് അവർ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ അവിടെ കൃത്യമായി ഭംഗിയായിട്ട് അടുക്കി സൂക്ഷിച്ചിട്ടുണ്ട്. കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് പേഷ്യന്റ് പിന്നെ ഫാർമസിയിലേക്കാണ്. ഒരു വെൽ അറേഞ്ച്ഡ് ഫാർമസിയാണ്. പൊട്ടൻസി വൈസ് ആൽഫബറ്റിക് ഓർഡറിൽ കൃത്യമായി നീറ്റായിട്ടും അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലുക്ക് ലൈക്ക് സൗണ്ട് ലൈക്ക് മെഡിസിൻസ്, അത് തെറ്റിപ്പോകാതെ കളർ കോഡ് അനുസരിച്ച് കുപ്പിയുടെ മേളിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടാവും ആ കളർ ഏതാണെന്ന്. ഇപ്പൊ കാൽക്കരിയ കാപ്പ്, കാൽക്കരിയ ഫൂസ്, അങ്ങനെ തെറ്റിപ്പോകാതെ ആർക്ക് നോക്കിയാലും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ നമ്മുടെ ബയോകെമിക്സ് ഒക്കെ ഇപ്പോൾ സ്ട്രിപ്പിലായതുകൊണ്ട് ഇതുപോലെ ഓരോ പുൾ ഔട്ട്സിലാണ് ഓരോ സ്ട്രിപ്പിലും ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഫെറം ഫോസ്, കാലി സൾഫ്, നാട്രമ്യൂ, അങ്ങനെ. പിന്നെ ഓയിൻമെന്റ്സ് ആണെങ്കിലും നല്ല കണ്ടെയ്നേഴ്സിൽ എല്ലാം മാർക്ക് ചെയ്ത് തന്നെയാണ് അതും വെച്ചിട്ടുള്ളത്. പിന്നെ ഫാർമസിയിലെ ഡിസ്പെൻസിങ് എന്ന് പറയുമ്പോൾ ഹൈജീനിക് എല്ലാ പ്രോട്ടോകോൾസും പാലിച്ചുകൊണ്ടാണ് ഫാർമസിസ്റ്റ് ഡിസ്പെൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാർമസിസ്റ്റിന്റെ ലോഗിനിൽ പ്രിസ്ക്രിപ്ഷൻ വരും, അതനുസരിച്ച് മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യും. പിന്നെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് അവിടെ ഒരു പ്രിന്ററും ഉണ്ട്. പിന്നെ അപ്പുറത്തെ നിന്ന് വാങ്ങിക്കുന്ന പേഷ്യന്റ്, ഇപ്പോൾ ഇതാണ് മെഡിസിൻ ഡിസ്പെൻസിങ് ഏരിയ ഫാർമസിയുടെ. എൻ്റെ മേളിൽ എഴുതി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മരുന്ന് കഴിക്കുമ്പോൾ എന്നുള്ളത്, മരുന്ന് നൽകുന്ന സ്ഥലമാണിത്. പിന്നെ മെഡിസിൻ നമ്മൾ ഡിസ്പെൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്ഥാപനത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച ബോട്ടിൽസിലാണെങ്കിലും കൃത്യമായി രേഖപ്പെടുത്തി കൊടുക്കും എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. അതുപോലെ നമ്മുടെ പ്രിന്റഡ് കവേഴ്സിലാണ്, അതിലും രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി കൊടുക്കും. ഇതാണ് മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. പിന്നെ നമ്മുടെ സ്റ്റോർ റൂമിൽ അലമാരകളെ നമ്പർ ഇട്ട്, പൊട്ടൻസി വൈസ് നമ്പർ ഇട്ട് അലമാരകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അലമാരയിൽ എന്തൊക്കെ മെഡിസിൻ ആണ് ഉള്ളതെന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് ഇതിന്റെ പുറത്ത് ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയൊരു സ്റ്റാഫ് ഒരു വർക്കിംഗ് അറേഞ്ച്മെന്റിൽ വരുവാണെങ്കിൽ മരുന്ന് എവിടാന്ന് തടയേണ്ട ആവശ്യമില്ല, എല്ലാം അതിന്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ പണ്ടൊക്കെ നമുക്കറിയാം മെഡിസിനൊക്കെ വന്നാൽ സ്ഥല സൗകര്യം കാരണം നമുക്ക് എല്ലാ കാർട്ടൻസും ഒക്കെ തറയിലൊക്കെ ആയിരിക്കും. പലപ്പോഴും അതൊക്കെ പൊക്കിയെടുത്ത് വേണം മരുന്നൊക്കെ എടുക്കാൻ. ഇപ്പം അങ്ങനല്ല, എല്ലാം ഇതിൽ തന്നെ സ്റ്റോർ ചെയ്യണമെന്നാണ്. ഒന്നിൽ ഇത് അല്ലെങ്കിൽ റാക്കിൽ എല്ലാ മെഡിസിൻസും സ്റ്റോർ ചെയ്യണം. അപ്പം നല്ലൊരു എയർ സർക്കുലേഷൻ ഉള്ള നല്ലൊരു സ്റ്റോർ. ഈ സ്റ്റോർ റൂം പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്, മറ്റേ ആ 30 ലക്ഷത്തിന്റെ ഫണ്ട് വെച്ചിട്ട്.
ഇനിയുള്ളത് നമ്മുടെ ഓഫീസ് റൂമാണ്. ഓഫീസ് റൂമിൽ പ്രിന്റർ, സ്കാനർ, ഇന്റർനെറ്റ് ഫെസിലിറ്റി അതെല്ലാം ഉണ്ട്. പിന്നെ ഇതുപോലെ അലമാരകളിൽ ഫയലും റെക്കോർഡ്സും രജിസ്റ്റേഴ്സും എല്ലാം, അതും എല്ലാം നമ്പേർഡ് ആണ്. എല്ലാത്തിലും പുറത്തൊട്ടിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഫയൽസ്, റെക്കോർഡ്സ്, കൃത്യമായിട്ട് എല്ലാവർക്കും കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ലാബാണ്. ലാബ് ഔട്ട്സോഴ്സ്ഡ് ആണ്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ലാബ് അവരുടെ കളക്ഷൻ ഏരിയ ആണ്. ഒരു പ്ലേസ് അവരുടേതായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. അവരുടെ വേസ്റ്റ് അവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് അവർ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ലാബ് കളക്ഷൻ. പിന്നീടുള്ളത് നമ്മുടെ യോഗ ഹാൾ. ഫസ്റ്റ് ഫ്ലോറിലാണ് യോഗ ഹാൾ ഉള്ളത്. 680 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ളൊരു യോഗ ഹാളാണ്. ഇതൊക്കെയാണ് നമ്മുടെ ബെനിഫിഷ്യറീസ്. നല്ലൊരു പാർട്ടിസിപ്പേഷൻ ആണ് അവിടെ ഉള്ളത്. റിട്ടയർഡ് ഹാൻഡ്സ്, പിന്നെ സാധാരണ വീട്ടമ്മമാർ, എല്ലാവരും അവർ നല്ലൊരു കൂട്ടായ്മയാണ്. ഓണം, ക്രിസ്മസ് ഒക്കെ അവരുടെ ഒരു സെലിബ്രേഷനും ഒക്കെ അവിടെ നടത്താറുണ്ട്. ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുന്ന വീട്ടമ്മമാരൊക്കെ വളരെ ആക്റ്റീവായിട്ട് എല്ലാത്തിലും പങ്കെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ടോയ്ലറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ ഡിസേബിൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ്. ഒരാൾ വീൽ ചെയറിൽ തന്നെ വരുവാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ കയറി പോകാം. റാമ്പുണ്ട്, കൈവരിയുണ്ട്. പിന്നെ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് കൃത്യമായി ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീനിങ് ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് ക്ലീൻ ചെയ്ത സമയമൊക്കെ നമ്മളതിൽ NABHന് അതൊക്കെ വളരെ അത്യാവശ്യമുള്ളതാണ്. പിന്നെ എല്ലാ വാഷ്റൂംസിലും ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്, 7 സ്റ്റെപ്സ് ഓഫ് ഹാൻഡ് ക്ലീനിങ്, അതിന്റെ പോസ്റ്റേഴ്സ് എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട്. പേഷ്യൻസിനാണെങ്കിൽ ഒരു അവയർനെസ് ഉണ്ട് അതുകൊണ്ട്. പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ, അത് എല്ലാ സ്ഥലങ്ങളിലും ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെച്ചിട്ടുണ്ട്. 3 സ്ഥലങ്ങളിലാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ റേസ് പാസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, പിന്നെ കൃത്യമായ അവർ റീഫിൽ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റാഫിനും ട്രെയിനിങ് കൊടുക്കാറുണ്ട് എങ്ങനെയാണ് എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കുന്നതെന്നുള്ളത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഫെസിലിറ്റി വൈസ് ഉള്ളത്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വേസ്റ്റ് മാനേജ്മെന്റ്. അത് കായകൽപ്പിലും അതുപോലെ NABHലും വളരെ പ്രധാനമാണ്. 2 തരം വേസ്റ്റ് ആണ്, ജനറൽ വേസ്റ്റും ബയോമെഡിക്കൽ വേസ്റ്റും. ജനറൽ വേസ്റ്റ് തന്നെ ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ. ബയോഡിഗ്രേഡബിൾ നമ്മൾ കിച്ചൺ ബിന്നിൽ ഇട്ടിട്ട് അത് നമ്മൾ വളമായിട്ട് നമ്മുടെ മെഡിസിനൽ പ്ലാന്റ് ഗാർഡനിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഹരിതകർമ്മസേന 2 മാസത്തിൽ 2 തവണ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യാറുണ്ട്. അതുപോലെ പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇമേജിന് കൈമാറുന്നു. ഇമേജുമായിട്ടൊരു ടൈപ്പ് ഉണ്ട്. മാസം ഇത്ര രൂപ എന്നുള്ളത് അന്ന് ഒന്നിച്ച് നാമിൻ്റെ ഇതിൽ നിന്നാണ് അവർ അടയ്ക്കുന്നത്. അപ്പോൾ അത് ഇമേജിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് വളരെ കുറച്ചൊരു കരുതലോടെ ചെയ്യേണ്ട കാര്യമാണ്. അത് ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾസ് 2016 അനുസരിച്ചുള്ള ബയോ മെഡിക്കൽ വേസ്റ്റ് സെഗ്രിഗേഷൻ ചാർട്ട് കളർ കോഡഡ് ആണ്. അപ്പോൾ അതനുസരിച്ച് കളർ കോഡഡ് ബിൻസ് വേസ്റ്റ് ജനറേറ്റിംഗ് ഏരിയാസിലെല്ലാം എവിടെയൊക്കെയാണോ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് അവിടെയെല്ലാം ഈ കളർ കോഡഡ് ബിൻസ് വെച്ചിട്ടുണ്ട്. അതിന്റെ സൈനേജുകളുണ്ട്, ഏതൊക്കെ വേസ്റ്റ് ഏതിലൊക്കെ ഇടണം എന്നുള്ളത്. ഇത് സെഗ്രിഗേഷൻ ഏരിയ, തരംതിരിക്കുന്ന ഏരിയയാണ് സെഗ്രിഗേഷൻ ഏരിയ. പിന്നെ അതിനെ കളക്ഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു. കളക്ഷൻ ഏരിയ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അതായത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എയർ സർക്കുലേഷനുള്ള, തുറന്നതായിരിക്കണം, കാണാൻ പറ്റണം, പക്ഷെ അടച്ചു പൂട്ടിയിരിക്കണം. അത് ഇമേജ് വരുമ്പം അത് എടുത്ത് കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഇത് തുറക്കാവൂ. കൂട്ടും താക്കോൽ ഉപയോഗിച്ച് തന്നെ സൂക്ഷിക്കണം. ബയോ ഹസാർഡ് എന്നുള്ള ആ ഒരു സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കുകയും വേണം. വളരെ കുട്ടികളോ മറ്റ് എന്തെങ്കിലും മൃഗങ്ങളോ ഒന്നും കടന്ന് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ ഇടവരാതെ വളരെ സൂക്ഷിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു സാധനമാണ് ബയോമെഡിക്കൽ വേസ്റ്റ്. അടുത്തത് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ഇത് വളരെ പ്രധാനമാണ്. 2ലും NABHലും കായകൽപ്പിലും. ജനറൽ എല്ലാ റൂംസിന്റെയും ക്ലെൻലിനെസ്, സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ഓഫ് ക്ലീനിങ് ഓഫ് ഡിഫറെന്റ് ഏരിയാസ്, പിന്നെ സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ് ഫോർ ക്ലീനിങ്. ഒരു ക്ലീനിങ് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഡെയിലി, വൺസ് ഇൻ 2 വീക്സ്, വൺസ് ഇൻ എ മന്ത്, ഇയർലി ചെയ്യേണ്ട എന്തൊക്കെയാണ്. ഇതൊരു 3 ബക്കറ്റ് സിസ്റ്റം. ഇതൊക്കെ കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്ന് നമുക്ക് ലഭ്യമായതാണ് 3 ബക്കറ്റ് സിസ്റ്റം. പിന്നെ ഇതുപോലെ ക്ലീനിങ് ഡിസിൻഫെക്ഷൻ മെറ്റീരിയൽസ് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം തന്നെയുണ്ട്. അവിടെ ആവശ്യത്തിനുള്ള ലൈസോള്, ഹാർപ്പിക്ക്, പിന്നെ ഇപ്പം നമ്മുടെ ഗ്ലാസ് ക്ലീനർ വരെ ഉള്ള എല്ലാ, ബ്ലീച്ചിങ് പൗഡർ, എല്ലാ സാധനങ്ങളും അവിടെ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ വാക്യൂം ക്ലീനർ നമുക്ക് കോർപ്പറേഷൻ തന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഓഫ് ക്ലീനിങ് ഉണ്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട മേഖല ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എങ്ങനെയാണ്, ഹാൻഡ് ഹൈജീൻ ആണ്, ഹാൻഡ് വാഷിംഗ് എങ്ങനെയൊക്കെയാണ്, അതിന്റെയൊക്കെ പോസ്റ്റേഴ്സ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, പ്രോപ്പർ ക്ലീനിങ്, ഡിസിൻഫെക്ഷൻ, സ്പിൽ മാനേജ്മെന്റ്. ഇപ്പൊ നമുക്കൊരു നമ്മുടെ BP അപ്പാരറ്റസ് പൊട്ടി മെർക്കുറി വീണാൽ എങ്ങനെയാണ് ഇതിന്റെ സ്പിൽ മാനേജ്മെന്റ് ഒക്കെ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. അതൊക്കെ അവിടെ നമ്മൾ സൈനേജ് ഒട്ടിച്ചിട്ടുമുണ്ട്. പിന്നെ അത് ചെയ്യാൻ എല്ലാവരെയും പരിശീലിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, അത് കൃത്യമായ ഇടവേളകളിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി കൂടുന്നു, ജീവനക്കാർക്കുള്ള ട്രെയിനിങ് നൽകുന്നു. പിന്നെ ഇതെല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം. എന്ത് ആക്ടിവിറ്റി ഉണ്ടെങ്കിലും അതിനെല്ലാം രജിസ്റ്റർ ഉണ്ട്. ഒരു
30ഓളം രജിസ്റ്റേഴ്സ് ആണ് NABHന്റെ ഇതിൽ നമുക്ക് ഉള്ളത്. പിന്നെ ഹാൻഡ് ഹൈജീൻ പോസ്റ്റേഴ്സ് എല്ലായിടത്തും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കൈ കഴുകുന്നത് എന്നുള്ള വിധം, കൈ കഴുകുന്ന രീതി എല്ലായിടത്തും കൈ കഴുകുന്ന പോസ്റ്റേഴ്സ് എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട്. ഹാൻഡ് ഹൈജീൻ ഇൻഫെക്ഷൻ കൺട്രോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ക്ലീനിങ് ചെക്ക് ലിസ്റ്റ്, ഇത് വളരെ സൈൻ ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. അതായത് ഫ്ലോർ ക്ലീൻ എല്ലാ ദിവസവും എപ്പോഴൊക്കെയാണോ ആവശ്യം അപ്പോഴെല്ലാം ഫ്ലോർ ക്ലീനിങ് ഓരോ മാസം അനുസരിച്ച് നമ്മൾ ഇത് സൂക്ഷിച്ച് പിന്നെ അത് നമ്മൾ ബുക്കിൽ അത് ഒട്ടിച്ചു വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. PTS ആണ് ഇത് ക്ലീൻ ചെയ്തിട്ട് അത് ഡെയിലി സൈൻ ചെയ്യുന്നു. അത് സൂപ്പർവൈസ് ചെയ്യുന്നത് മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ ആണ്. അതുപോലെ നമ്മളും അത് അറ്റസ്റ്റ് ചെയ്ത് കൃത്യമായി മോണിറ്റർ ചെയ്യണം. എല്ലാം കൃത്യമായി എല്ലാവരും ചെയ്ത് പോകാറുണ്ട്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇനി ഹൈജീൻ പ്രൊമോഷൻ, നമ്മൾ ജീവനക്കാർ മാത്രമല്ല പേഷ്യൻസിന്റെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അവർക്കൊരു അവയർനെസ് കൊടുക്കണം. ഇത്രയും നന്നായിട്ടൊരു സ്ഥാപനം കൊണ്ടുപോകണമെങ്കിൽ പേഷ്യൻസിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ IEC റിഗാർഡിംഗ് പേഴ്സണൽ ഹൈജീൻ, ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക്, പിന്നെ അവർക്കും BMW എവിടെയൊക്കെയാണ് ഓരോ മാസ്ക് ആണെങ്കിൽ മാസ്ക് ഏത് ബിന്നിൽ ഇടണം, ഇതൊക്കെ അവർക്കും അവയർനെസ് കൊടുത്തിട്ടുണ്ട്. പ്രിന്റഡ് മെറ്റീരിയൽസ്, ബ്രോഷേഴ്സ് ആൻഡ് നോട്ടീസസ് ഒക്കെ, പിന്നെ TV, മാഗസിൻ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകണമെങ്കിൽ ഒറ്റ ഒരാൾക്കോ ഒന്നോ രണ്ടോ പേർക്ക് പറ്റുന്നതല്ല. ടീം വർക്ക് ഫോർ അക്കംപ്ലിഷിംഗ് ദ ഒബ്ജക്റ്റീവ് ഓഫ് എ ക്ലീൻ ആൻഡ് ഹൈജീനിക് ഫെസിലിറ്റി. ഓരോ വ്യക്തിയും ചെയ്യേണ്ട ജോലികൾ കൃത്യമായി അസൈൻ ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഹോൾ ഹാർട്ടഡ്, എന്ന് വെച്ചാൽ ഈ ഇത്രയും ഞങ്ങൾ നിൽക്കുന്ന ഈ 6 പേരും അത് നമ്മൾ സ്വന്തം വീടാണെന്ന് കരുതി തന്നെയാണ് എല്ലാ ജീവനക്കാരും കൊണ്ടുവന്നത്. അതൊരു ഭാഗ്യമാണെന്ന് തന്നെ പറയണം. കാരണം ഇത്രയും നല്ലൊരു ഫെസിലിറ്റി വന്നപ്പോൾ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും എന്താണ് റേഞ്ച് പോയത്? അതെ, നെറ്റ് പ്രശ്നമായി. ഡോക്ടർ ജോയിൻ ചെയ്യും. എന്തായാലും വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മുൻ DMO ഡോക്ടർ പ്രദീപ് ജോയിൻ ചെയ്യും. ഡോക്ടർ പ്രദീപ്, ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഒരുപാട് കാര്യങ്ങൾ നേരത്തെ കൊടുത്തുള്ള DMO ആണ് ഡോക്ടർ പ്രദീപ്, സംസാരിക്കാമോ? ഹലോ ഡോക്ടർ മനോജ്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഡോക്ടർ മഞ്ജു GS ഇവിടെ അവതരിപ്പിച്ചത് വലിയ വിള ഡിസ്പെൻസറിയുടെ പ്രവർത്തനങ്ങളാണ്. ഈ ആയുഷ് കായകൽപ്പ അവാർഡ് ലഭിക്കുന്നതിനും അതിന് മുമ്പും അതിന് പിമ്പുമുള്ള 2 സ്റ്റേജുകളും എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ മുൻപ് അവിടെ DM ആയിരുന്നപ്പോഴും പിന്നീട് അവസാന കാലഘട്ടങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾ വളരെ വ്യത്യസ്തമാണ്. കാരണം അത് ആയുഷ് വെൽനസ് സെന്ററായി മാറ്റിയപ്പോൾ തന്നെ കുറേ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കായകൽപ്പ അവാർഡ് കിട്ടിയപ്പോൾ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. രണ്ടിലും നാമിന്റെ ഫണ്ടും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടും ഡിപ്പാർട്ട്മെന്റ് ഫണ്ടും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ മഞ്ജു ഈ ഒരു പ്രവർത്തനം അവിടെ നടത്തിയിട്ടുള്ളത്. പണ്ട് നമ്മൾ സർവീസ് കയറുമ്പോൾ ഉണ്ടാകുന്ന സ്ഥാപനങ്ങളും ഇപ്പോഴത്തെ സ്ഥാപനവും തമ്മിൽ വലിയ വ്യത്യാസമാണ് നമുക്ക് ഗോചരമാകുന്നത്, കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഡോക്ടർമാർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും ഈ ഒരു കാറ്റഗറിയിലേക്ക്, ഈ ഒരു ശ്രേണിയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വലിയ വിള ഡിസ്പെൻസറിയുടെ ഈ പ്രവർത്തനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം ഞാൻ ആ സ്ഥാപനം സന്ദർശിച്ചിട്ടുണ്ട്. എല്ലാ ജീവനക്കാരും ഒരു മനസ്സോടും കൂടെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഈ യോഗയുമായി ബന്ധപ്പെട്ട് അവിടെ ചെയ്തിട്ടുള്ള ഫെസിലിറ്റീസ്,
ആളുകൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഏരിയയിൽ കൊടുക്കുന്ന ഫെസിലിറ്റീസ്, ഹൈജീനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, വേസ്റ്റ് ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സർവീസ് ഡെലിവറി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിസിൻ്റെ ഡിസ്പെൻസിങ്, അതുപോലെ കേസ് ടേക്കിംഗ് ഒക്കെ വളരെ വിപുലമായിട്ട് തന്നെയാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും രാജ്യത്തിന് മാതൃകയാക്കാവുന്ന ഒരു മോഡലാണ് വലിയവിള ഡിസ്പെൻസറി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ സന്തോഷത്തോടു കൂടെയാണ് നമ്മൾ ഈ വാർത്ത കേട്ടത് തന്നെ. ആയുഷ് കായകൽപ്പ് അവാർഡ് കിട്ടിയപ്പോൾ ഈ വലിയവിളയെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് ഏവർക്കും വളരെയധികം സന്തോഷമുണ്ടായി. കാരണം അത്രമാത്രം പ്രവർത്തനങ്ങൾ ഡോക്ടർ മഞ്ജുവിൻ്റെ കാലത്തും അതിനു മുമ്പിരുന്ന ഡോക്ടർമാരും അവിടെ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതൊരു മോഡലാണ്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ അവരുടെ സർവീസ് ഡെലിവറിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ചിട്ടയായി നടക്കുന്നുവെങ്കിൽ തന്നെ പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആ സ്ഥാപനത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ മഞ്ജുവിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇതുപോലൊരു മോഡലുകൾ അവതരിപ്പിക്കുന്നതിന് IFPH കാണിച്ച ഈ സന്മനസ്സിന് എല്ലാവിധ നന്ദിയും അറിയിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഡോക്ടർ മഞ്ജു ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ പ്രദീപ് വളരെ സജീവമായിട്ട് എല്ലായിടത്തും എത്തുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി. ഡോക്ടർ മഞ്ജു അൺമ്യൂട്ട് ചെയ്യാമോ? സ്ക്രീൻ ഷെയർ തുടങ്ങിയിട്ടുണ്ടേ. ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് തോന്നുന്നല്ലോ. ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. ഇനി അങ്ങ് വാക്കുകൊണ്ട് പറഞ്ഞ് ചുരുക്കിയാലും മതിയായിരുന്നു. ഡോക്ടറെ കേൾക്കാം, പറഞ്ഞാലും മതി. ഓക്കെ. ഏതാണ്ട് 25,000 പോപ്പുലേഷനിൽ ഇത്രത്തോളം പേഷ്യൻസ് വരും എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമില്ല. ദിവസം ഒരു 70-80 പേഷ്യൻസ് ആവറേജ് വരുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യമില്ല. പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഇൻഷുറൻസും വലിയ വലിയ ആശുപത്രികളുള്ള സിറ്റിയിൽ നിന്ന് ഇത്രയും രോഗികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു നേരത്തെ അസിസ്റ്റന്റ് ഡോക്ടർ പോലുള്ള ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ്. എന്തായാലും മഞ്ജു ഡോക്ടറെ ഭംഗിയായിട്ട് കൊണ്ടുപോയി നമുക്ക് സന്തോഷിക്കാം. ഡോക്ടർ മഞ്ജു അൺമ്യൂട്ട് ചെയ്യാമോ? നെറ്റ് വീക്ക് ആയിരിക്കും, അത് പ്രശ്നം. ഷബീഖ് ഡോക്ടർ ഉണ്ടോ? ഷബീഖ് ഡോക്ടറെ 3-4 തലമുറയായിട്ട് ഹോമിയോപ്പതി കാണുന്ന ഒരാളാണ്. എന്ത് പറയുന്നു കണ്ടിട്ട്? കേൾക്കാവോ? കേൾക്കാം. ഈ വലിയുള്ള ഡിസ്പെൻസറിയുടെ ഇത് എല്ലാ ഡിസ്പെൻസറികളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഹോമിയോപ്പതിക്ക് വല്ലാത്തൊരു മൈലേജ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇത് എത്ര പേര് മനസ്സിലാക്കുന്നു എന്ന് അറിയില്ല. എന്താണെങ്കിലും ആ രീതിയിൽ ഉണ്ടാകുക. പിന്നെ ഈ രോഗികളുടെ കൂടുതൽ എണ്ണം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ച് ഇത് കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഇത് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. കാരണം അതിനുള്ള സ്റ്റാഫ് പാറ്റേൺ ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ എല്ലാ ഡിസ്പെൻസറികളിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ അതൊക്കെ നേരെ അതും കൂടെയൊക്കെ നേരെ ആയിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു മുന്നേറ്റമായിരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്യുക. ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും. ഏതാണ്ട് 40 വർഷം മുമ്പ് ഹൗസ് സർജൻ ഒരാളെന്ന നിലയ്ക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു മാറ്റങ്ങള്? മാറ്റം ഒരു ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ തന്നെയാണ്. ഇന്നത്തെ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇന്നത്തുമായിട്ട്. ആ രീതിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ഇത് എല്ലാ ഡിസ്പെൻസറികളിലും ഹോസ്പിറ്റലുകളിലും ഇത് പ്രാവർത്തികമാക്കാൻ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളൊരു ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം അതൊരു 50+ അറൌണ്ട് 60 ഉള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. വേണ്ട 35-40 വർഷം മുമ്പ് ഇന്റേൺഷിപ്പ് ചെയ്ത ഓർമ്മയായിരിക്കും പലർക്കും ഉള്ളത് അവരുടെ ഡിസ്പെൻസറികളിൽ. ഇപ്പൊ എന്തുമാത്രം മാറ്റം വന്നു എന്ന് അങ്ങോട്ട് പോയി നോക്കാൻ പലർക്കും പല കാരണത്താൽ കഴിയാറില്ല. അപ്പൊ ഈ ഡോക്ടറെ ഡിസ്പെൻസറികളിൽ ചെയ്ത് ഞാൻ ആറ്റിങ്ങൽ ഹോസ്പിറ്റലിലാണ് ചെയ്തത്. അന്ന് അവിടെ മോശമല്ലാത്ത പേഷ്യൻസ് ഉള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. കാരണം എന്റെ കൊച്ചു ഡോക്ടർ ഹാഷ് ഡോക്ടർ ആയിരുന്നു അവിടെ CMO. അങ്ങനെ ഞാനും അനിൽകുമാറും അങ്ങനെ ഞങ്ങളെല്ലാം അവിടെയാണ് ഹൗസ് സർജറി ചെയ്തത്.
അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പേഷ്യൻസിനൊന്നും ദാരിദ്ര്യമൊന്നും ഇല്ലായിരുന്നു. ആവശ്യത്തിലധികം പേഷ്യൻസ് ഞങ്ങള് അല്ല അതല്ല ഡോക്ടറെ, പണ്ട് ഇതിനേക്കാളും പേഷ്യൻസ് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അന്ന് ഹെൽത്ത് ഫെസിലിറ്റി കുറവായിരുന്നല്ലോ. ആ ഫെസിലിറ്റിയുടെ കാര്യം വളരെ വളരെ അജഗജാന്തര വ്യത്യാസമുണ്ട് അന്നും ഇന്നുമായിട്ട്. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ ഇപ്പോഴത്തെ ഡോക്ടർമാർക്ക് രോഗികൾക്കും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കണം. അപ്പൊ അത് എല്ലാ ഏരിയകളിലും വ്യാപിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുക ഒത്തൊരുമയോടുകൂടി. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ എന്താണെങ്കിലും ഡോക്ടർ ഇതുപോലുള്ള മെഡിക്കൽ ഓഫീസർമാരുണ്ടെങ്കിൽ അതെല്ലാം ഈസി ആയിട്ട് നടക്കും. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഡോക്ടർക്ക് എത്ര അഭിനന്ദിച്ചാലും മതി വരത്തില്ല. ആ രീതിയിലുള്ള ഇതാണ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ ഇന്റേൺഷിപ്പ് ചെയ്ത് ആറ്റിങ്ങൽ ഹോസ്പിറ്റലിൽ ഇപ്പൊ മാറിയില്ല, പഴയ സ്ഥലത്തല്ലല്ലോ പണ്ട്. അല്ല അത് അന്ന് കൊച്ചച്ഛൻ വളരെ ഇനിഷ്യേറ്റീവായിട്ട് വക്കം പുരുഷോത്തമന്റെ ഫാമിലി ഡോക്ടറായിരുന്നു. അങ്ങനെ പുള്ളി ഇത് ചെയ്തന്ന് ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ അവിടെ സ്ഥലമൊക്കെ എടുക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ ആ ഹോസ്പിറ്റൽ കണ്ടാൽ മോശമില്ലാത്ത അലോപ്പതിയും കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് ആറ്റിങ്ങൽ ഗവൺമെന്റ് അതിനെ കുറിച്ച് ഒരു ഹോസ്പിറ്റൽ. പ്രോഗ്രാം താമസിയാ വരുന്നുണ്ട്, ഉടനെ കാണും. IFH-ലുണ്ടാവും. ഓക്കെ ഓക്കെ ഡോക്ടർ. സൂപ്രണ്ടോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഇനി അതുപോലെ താമസിയാതെ നമ്മുടെ തിരുവല്ല ഡിസ്പെൻസറി പ്രത്യേക എയർ കണ്ടീഷൻ ഡിസ്പെൻസറിയാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. താമസിയാതെ വരും. മഞ്ജു ഡോക്ടർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. ഡോക്ടർ മഞ്ജു അൺമ്യൂട്ട് ചെയ്യാമോ? ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ എന്താ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഡോക്ടറെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞേ. ആ അതിന് ട്രൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. സൂമിന്റെ പ്രോബ്ലം എന്തോ ഉണ്ട്, അതാ കാര്യം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നു. ആ ഡോക്ടറെ സംസാരിച്ചോളൂ, കേൾക്കാം. പക്ഷേ ഇല്ല. നമുക്ക് മറിയാമ്മ ഡോക്ടറെ ഒരു മുൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മറിയാമ്മ ഡോക്ടർ എന്ത് പറയുന്നു? ആ ഇപ്പോഴുള്ള ഡോക്ടർമാരുടെയും സ്റ്റാഫിന്റെയും ഈ സഹകരണവും ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നുകയാണ്. നമ്മളൊക്കെ സർവീസിലുണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്ന് നടന്നിട്ടില്ല. അതിന് ക്യാഷ് അക്രഡിറ്റേഷൻ്റെ ആ ഒരു തുടക്കം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത്രയും കഷ്ടത സഹിച്ച് ഡിസ്പെൻസറി ഇത്രയും നല്ല നിലയിൽ എത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതുപോലെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഈ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഇതെല്ലാം വന്നു കഴിയുമ്പം ഇതിനു വേണ്ടി പ്രയത്നിച്ച മുൻകാലത്തിലുള്ള ഡോക്ടർമാരെയും സ്റ്റാഫിനെയും കൂടെ ഓർമ്മിക്കത്തക്ക രീതിയിൽ ഈ സ്ഥാപനങ്ങളിൽ ഒരു ബോർഡുണ്ടോ, അങ്ങനെയൊന്നും കൂടെ വെക്കേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തായാലും ഇതിന് ഇത്രയും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന ഡോക്ടർക്കും സ്റ്റാഫിനും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. മഞ്ജു ഡോക്ടർ കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ കേൾക്കാമോ? ആ കേൾക്കാം കേൾക്കാം. കേൾക്കാം. ഡോക്ടറെ, ഞങ്ങളുടെ ഇവിടെ പവർ സപ്ലൈ പോയി, പ്രശ്നമായി പോയി. ഓക്കെ, സാരമില്ല. ഞങ്ങൾക്ക് കുറച്ച് ഇത്രയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് റിവാർഡ്സ് ആൻഡ് അപ്രീസിയേഷൻസും കൂടെ ഉണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് പറയാം. ഡോക്ടർ എന്നെ ഒന്ന് ജോയിൻ ചെയ്യിക്കാമോ? സ്ക്രീൻ കാണുന്നില്ല. കോഹോസ്റ്റ് ആണല്ലോ. മഞ്ചേരി രണ്ടിലും കോഹോസ്റ്റ് ആണ്. ആണോ? പിന്നെ എപ്പൊ കാണാമോ ഡോക്ടർ? ഇല്ല, സ്റ്റാർട്ട് ചെയ്തില്ല. സ്ക്രീൻ കാണുന്നില്ല? ഇല്ല. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് അവാർഡ്സ് കിട്ടിയതും കൂടെ പറയാം. ഓ പറഞ്ഞോളൂ. അതെ, അതായത് കായികൽപ്പ് അവാർഡ് 1,00,000 രൂപ. അത് നമ്മുടെ ഇപ്പൊ സ്ക്രീൻ വന്നല്ലോ. സ്ക്രീൻ വന്നു. ഓക്കെ. തുടങ്ങുന്നു. മഞ്ചേരി ഹാസ് സ്റ്റാർട്ടഡ് സ്ക്രീൻ ഷെയറിംഗ് എന്ന് കാണിക്കും. ഇപ്പൊ വന്നു. ഓക്കെ. കായകൽപ്പ അവാർഡ് അല്ലേ, ഫസ്റ്റ് പ്രൈസ്.
ഡോക്ടർ ശബ്ദം കേൾക്കുന്നില്ല. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ. മഞ്ജു ഡോക്ടർ മ്യൂട്ട് ആണ്, അൺമ്യൂട്ട് ചെയ്യും ഡോക്ടറെ. പറയുന്നുണ്ടോ എന്തോ? മ്യൂട്ടാണ്. ഡോക്ടർ ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം. ആ, അപ്പൊ ഇത് ഞങ്ങളുടെ സ്റ്റാഫാണ് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത ഞങ്ങളുടെ സ്റ്റാഫിന്. ഇത് ഷാന തങ്കച്ചൻ, മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ. ഇത് അറ്റൻഡർ ശ്രീജാറാണി, ഫാർമസിസ്റ്റ് സൽമ, CMO PTS പത്മകുമാർ, ഇത് യോഗ ഇൻസ്ട്രക്ടർ. ഇത്രയും പേരാണ് ഞങ്ങളുടെ സ്റ്റാഫ്. പിന്നെ അതായത് ആയുഷ്, മിനിസ്ട്രി ഓഫ് ആയുഷ് ഇന്ന് ജോയിന്റ് സെക്രട്ടറി കവിത ഗാഗ് മാഡം, അതുപോലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ രഘു, ഈ 2 വ്യക്തികൾ ഇവര് വിഭാവനം ചെയ്ത ഈ കാര്യങ്ങൾ അവർക്ക് നേരിട്ട് വന്ന് കാണാനുള്ള അവസരം കിട്ടി. അപ്പൊ അവരുടെ ആ ഒരു സന്തോഷവും ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഈ വിസിറ്റ് ഉണ്ടായത്. അതുപോലെ ഒരു മാധ്യമ വിസിറ്റ്, മീഡിയ പേഴ്സണൽ, അതായത് ആകാശവാണി ഇവിടുത്തെ പ്രധാനപ്പെട്ട മീഡിയാസ് എല്ലാം, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അസിസ്റ്റന്റ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു വിസിറ്റ്, മാധ്യമ വിസിറ്റ് കഴിഞ്ഞ മെയ് മാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു നല്ലൊരു മീഡിയ കവറേജ് കിട്ടിയ ഒരു വിസിറ്റും കൂടിയായിരുന്നു അത്. പിന്നീടുള്ളത് വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു വിസിറ്റ് ആയിരുന്നു ശ്രീ പ്രകാശ് അംബേദ്കർ, ഓണറബിൾ മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, മഹാരാഷ്ട്ര. അപ്പൊ ഈ ഒരു വിസിറ്റ് അവർ 1 മാസം മുമ്പേ പ്ലാൻ ചെയ്ത് ബാക്കി സ്ഥാപനങ്ങൾക്കൊക്കെ അറിയിപ്പ് കിട്ടിയായിരുന്നു. പക്ഷെ നമ്മുടെ സ്ഥാപനം അതിലുണ്ടായിരുന്നില്ല. അപ്പൊ വളരെ പെട്ടെന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടുന്നത് ഈ ഒരു സ്ഥാപനവും കൂടെ വിസിറ്റ് ചെയ്യാൻ വരുന്നെന്ന്. അപ്പോൾ ഇതിന്റെ എന്താ വെച്ചാല് DHS എന്നുള്ള, അതായത് അലോപ്പതി DHSലെ കുറച്ച് ഒഫീഷ്യൽസും ഇതിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ അവരുടെ നിന്ന് ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഇത്രയും നന്നായി നമ്മൾ ചെയ്തു പോയി എന്നുള്ളത് ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ ജയതിലക് IAS, ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള, യോഗ ആക്ടിവിറ്റീസിനെ കുറിച്ച് അറിയാൻ സാറിന്റെ ഒരു വിസിറ്റും കഴിഞ്ഞ ഡിസംബറിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീഹാറിലെ ഒരു ജേർണലിസ്റ്റിന്റെ ടീം, IAS പളനിസ്വാമി IAS, അദ്ദേഹത്തിനൊപ്പം വന്ന ഒരു ടീം, അവരുടെ ഒരു ബീഹാറിന്റെ ജേർണലിസ്റ്റിന്റെ ഒരു വിസിറ്റും, അതുപോലെ ഉത്തരാഖണ്ഡിന്റെയും ഹിമാചൽ പ്രദേശിലെ പാലിയേറ്റീവ് വിസിറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അപ്രീസിയേഷൻസ് ഒക്കെ കുറച്ചുകൂടെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമുക്കിതൊക്കെ ചെയ്തിടാൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ ഒരു സസ്റ്റൈനബിലിറ്റി, അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ അത് ശരിക്കും ഞങ്ങളുടെ ടീമിലെ ഞങ്ങൾ 6 പേരും അത്രമാത്രം ശരിക്കും കഷ്ടപ്പെട്ടാണ്. കാരണം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വളരെയധികം ജോലി ഇവിടെ ഉണ്ട്. പക്ഷെ എല്ലാവരും ഹോൾ ഹാർട്ടഡ്ലി, ആർക്കും ഒരു എല്ലാവരും സമ്മനസാലെ തന്നെ അത് ചെയ്യുന്നു എന്നുള്ളതിലാണ് ആ സന്തോഷം. അപ്പം ആദ്യമേ തന്നെ ഇത്രയും ഭംഗിയായി സ്ഥാപനം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒരു ടീമിന്റെ ഒരു മോട്ടോ ഉണ്ടായിരുന്നു, എന്തൊരു ഒരു ഹാർഡ്ഷിപ്പ് വന്നാലും സ്റ്റേ പോസിറ്റീവ്, വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പൊ ഞങ്ങളുടെ ആ ടീമിന് അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇത്രയാണ് വലിയവളെ കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ഇത് കണ്ടവർക്കെല്ലാവരുടെയും മനസ്സിൽ തീർച്ചയായിട്ടും നിറഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഷൈല ഡോക്ടറെ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി ഡോക്ടർ മനോജ്. എന്തായാലും ഞാനും ഇങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നതാണ്. ഡോക്ടർ നല്ല അടുക്കും ചിട്ടയോടും കൂടി സ്ഥാപനത്തിൽ എങ്ങനെയാണോ ഇതെല്ലാം ചെയ്ത് പൂർണ്ണമാക്കിയത്, അതുപോലെ തന്നെ നല്ല അടുക്കും ചിട്ടയോടും കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തു. എത്രയോ വർഷം മുമ്പ് കൊല്ലം ജില്ലയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രി, അലോപ്പതി താലൂക്ക് ആശുപത്രിയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഈ കൊല്ലം ജില്ലയിൽ അന്ന് ജോലി ചെയ്തിരുന്ന ഡോക്ടർമാരെല്ലാം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. അന്ന് ആരാണ് DMO എന്നിപ്പം ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഞങ്ങളെല്ലാം ഷിഫ്റ്റായിട്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചു. അത് ഭയങ്കര അവിടുത്തെ അന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അവിടെ. ഇപ്പൊ ആ ഒരു മാറ്റങ്ങളെല്ലാം നമ്മളെ ഹോമിയോ ഡിസ്പെൻസറികളിലും ആശുപത്രികളിലും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ വളരെയധികം സന്തോഷം. എന്തായാലും ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർക്കും അവിടുത്തെ സ്റ്റാഫിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഇത്രയും നല്ല രീതിയിൽ നടത്തുകയും നമുക്ക് വേണ്ടി ഇതെല്ലാം അടുക്കച്ചിട്ടായിട്ട് പറഞ്ഞു തരികയും ചെയ്ത ഡോക്ടർക്ക് ഒരു പ്രത്യേക നന്ദിയാണ്, ഹൃദയത്തിൽ തൊട്ട നന്ദിയാണ് രേഖപ്പെടുത്തുന്നത്. IFPHന്റെ പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന്
ഈ സൂം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു മാം. പുനലൂർ താലൂക്ക് ഡോക്ടർ സഹീർ ഷാ അദ്ദേഹമാണോ ചെയ്തത്? അതിന് സൂപ്രണ്ടായിരുന്നു. പുള്ളി ഒരുപാട് വോളണ്ടറി സർവീസ്. അപ്പൊ അന്നത്തെ കാലത്ത് കില ട്രെയിനിങ്ങുള്ള എല്ലാ ആൾക്കാരെയും അവർ വളരെ അഭിമാനപൂർവ്വം അവിടെ കൊണ്ടുപോകുമായിരുന്നു. വളരെ നല്ല രീതിയിൽ നടത്തിയ വലിയ ബിൽഡിംഗ് ഇപ്പോൾ ആയി. അപ്പൊ അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയും. എപ്പോഴും സഹകരണം ഉണ്ടാകുക, സഹകരിപ്പിക്കാൻ കഴിയുക എന്നുള്ള പ്രധാനമാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാൻ ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.